ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. അത്തരം തെറ്റായ ബോധ്യങ്ങൾ അവരുടെ തലയിൽ കുത്തിവെക്കാൻ അവർക്ക് കഴിയുന്നു. അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളെ അവർക്ക് അടിമകളെ പോലെ ലഭിക്കുന്നു. ഇതാണ് അതിന്റെ ഒരു കാര്യം. എന്നാൽ ഇതിനകത്ത് ന്യായം എന്ന് പറയുന്നത് എന്താ ഉള്ളത്? ശാസ്ത്രം എന്ന് പറയുന്നത് ഞങ്ങളുടെ കുത്തകയാണ്, നിരീശ്വരവാദികളുടെ കുത്തകയാണെന്ന് ഇവർ അവകാശപ്പെടാൻ പറ്റുമോ? ഒരു നിലയിലും സാധ്യമല്ല. കാരണം ശാസ്ത്രത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് അങ്ങനെയല്ല ഇരിക്കുന്നത്. ഒന്നാമതായിട്ട് നിരീശ്വരവാദികള് ശാസ്ത്രത്തിന്, അല്ലെങ്കിൽ നിരീശ്വരവാദികള്, ഭൗതികവാദികള്, അതുപോലെ അഗ്നോസ്റ്റുകള്, ഇവരെല്ലാം ചേർന്ന് ശാസ്ത്രത്തിന് നൽകിയിരിക്കുന്ന സംഭാവന എന്താണ്? തുച്ഛമാണ്. അത് ഇതുവരെയുള്ള മൊത്തം ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നോബൽ പ്രൈസുകളുടെ ലിസ്റ്റ് എടുത്താൽ അത് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. രണ്ടാമത്തെ കേസ്, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ച് ഏതൊരു ശാസ്ത്രീയ ശാഖകളുടെയും ഉത്ഭവം, അല്ലെങ്കിൽ ശാസ്ത്ര ശാഖകളുടെ അടിസ്ഥാനമിട്ട സയന്റിഫിക് കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തിയിട്ടുള്ളവർ ഒന്നെങ്കിൽ ജൂതൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനി. അതിനുശേഷം അതിനെ ബേസ് ചെയ്തുള്ള മറ്റു പല കാര്യങ്ങൾക്കും പലർക്കും നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ശാസ്ത്രത്തിന്റെ, ഇന്ന് മോഡേൺ സയൻസിന്റെ അടിസ്ഥാന ശിലപാകിയത് ക്രൈസ്തവരായിരിക്കുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ അത് എല്ലാ ക്രൈസ്തവരും അങ്ങനെ ശാസ്ത്രീയ ബുദ്ധി ശക്തി ഉള്ളവരാണെന്നുള്ള ആശയമല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ദൈവവിശ്വാസം ഉള്ളവരെ കൊണ്ട് അത് സാധിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ദൈവവിശ്വാസം ശാസ്ത്രവിരുദ്ധമാണെന്നുള്ള ലോജിക്കൽ ഫാലസി അവിടെ നിലനിൽക്കുന്നില്ല. ആ ആർഗ്യുമെന്റ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലാതെ കണ്ട് ദൈവവിശ്വാസിയായാൽ അവരെല്ലാം ശാസ്ത്രജ്ഞന്മാരാകുമെന്ന് നമ്മൾ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമ്മൾ ചോദിക്കണം, നിരീശ്വരവാദിയായാൽ അവരെല്ലാം ഭയങ്കര സയന്റിഫിക് ടെമ്പർ ഉള്ളവരാണോ? ശ്രീ സനൽ ഇടമറുക് ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തോട് ഒരാളെ ചോദിക്കുകയാണ്, ഒരാള് സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാറേ അത് അറിയാൻ പറ്റുന്നത്? അതെങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ ശ്രീ സനൽ ഇടമറുക് പറയുന്ന മറുപടി, ഒരാൾ അന്ധവിശ്വാസിയാണെങ്കിൽ, അതായത് അദ്ദേഹം മതവിശ്വാസിയാണെങ്കിൽ, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണെങ്കിൽ പോലും അദ്ദേഹം സയന്റിഫിക് ടെമ്പർ ഇല്ലാത്തയാളാണ്. സയന്റിഫിക് ടെമ്പർ ഒരിക്കലും മതവിശ്വാസവുമായി ചേർന്ന് പോകുന്നതല്ല എന്നാണ് ശ്രീ സനൽ ഇടമറുക് പറഞ്ഞത്. എന്തൊരു വിഡ്ഢിത്തരമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ചിന്തിക്കാൻ താഴെയിരുന്ന ഓഡിയൻസിന് ആർക്കും കഴിയുന്നില്ല. നമ്മളിവിടെ ചിന്തിക്കേണ്ടുന്ന എന്താണ്? മതവിശ്വാസമുള്ള, ദൈവവിശ്വാസമുള്ള ആളുകൾ കണ്ടെത്തിയ ശാസ്ത്രശാഖയുടെ മുകളിൽ കസാരയിട്ടിരുന്നിട്ട് ഇത് ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂഞ്ഞുകളായ നിരീശ്വരവാദികൾ പറയുകയാണ്, ഒരു സയന്റിഫിക് ടെമ്പറും ഇല്ലാത്ത ആളുകളാണ് വിശ്വാസികൾ. അവരാണ് ഇത്രയധികം ഈ നോബൽ പ്രൈസ് മുഴുവൻ കൊണ്ടുപോയത്. ശാസ്ത്രീയ ശാഖകൾക്ക് അടിസ്ഥാനമിട്ടത് അവരാണ്. പക്ഷെ അവർ സയന്റിഫിക് ടെമ്പർ ഇല്ലാത്തവരാണ്. ഇത് എവിടുത്തെ ആർഗ്യുമെന്റ് ആണ് അപ്പനെ ഇത്? അപ്പം ഇത്തരം വിഡ്ഢിത്തരങ്ങൾ വളരെ ഭൗതിക തലത്തിലാണ് എന്നുള്ള നിലയിൽ ശാന്തമായി ഘനഗാംഭീര്യമായി ഏതോ ഭയങ്കര ലോജിക്കലി അവതരിപ്പിക്കുന്നത് പോലെ അവതരിപ്പിച്ചു കഴിയുമ്പോൾ എന്തു വന്നാലും വേണ്ടില്ല, മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള മനോഭാവത്തിൽ, ആരും എന്തു പറഞ്ഞാലും വേണ്ടില്ല, ദൈവമില്ല എന്നുള്ള മാനസികാവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് ഈ പറയുന്ന ആള് പറയുന്നതിലെ വിഡ്ഢിത്തരം പോലും തിരിച്ചറിയാൻ കഴിയാതെ അത് തൊണ്ട തൊടാണ്ട് വിഴുങ്ങാണ്. അങ്ങനെയുള്ള നിരീശ്വരവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന് സ്വയം അവകാശപ്പെടുകയും യുക്തിയില്ലായ്മയിൽ മാത്രം താളം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് മാത്രമേ ഇപ്പോൾ പ്രിൻസ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. ഏത്? ശാസ്ത്രം അത് ഞങ്ങൾ സംസാരിക്കേണ്ട വിഷയമാണ്, അത് വേറെ ആരും അതിനെക്കുറിച്ച് പറയരുത്. നിങ്ങൾ ബൈബിളിലെ കാര്യം പറഞ്ഞു, നിങ്ങൾ മതത്തിലെ കാര്യം പറഞ്ഞു, നിങ്ങൾ കഞ്ഞി വെക്കുന്ന കാര്യം പറഞ്ഞു, നിങ്ങൾ മീൻ പിടിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞു, പക്ഷെ ശാസ്ത്രം അത് ഞങ്ങളുടെയാണ് എന്ന് പറയുന്നത് തികച്ചും 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 ഒരു ഭൗതിക നിലവാരവും ഇല്ലാത്ത ഒരു ആർഗ്യുമെന്റ് മാത്രമാണത്. പുറത്തു പറയാൻ കൊള്ളാത്ത ആർഗ്യുമെന്റ് ആണ്. വിവരമുള്ളവരുടെ മുന്നേ പറയാൻ പറ്റില്ല. പക്ഷെ എങ്ങനെയോ അവരുടെ ചർച്ചാ ക്ലാസ്സുകളിലൊക്കെ അത് നടക്കും. കാരണം ആ ഒരു നിലവാരം അവിടെ കീപ്പ് ചെയ്തെങ്കിലേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സാധ്യമാകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ വിഷയം നമുക്ക് ഇവിടെ ഹെഡിങ്ങിലുണ്ട്, പരിണാമ മതക്കാരുടെ വംശീയ ഭ്രാന്തിന്റെ നാണം കെട്ട ചരിത്രം.
പരിണാമ മതക്കാര് അല്ലെങ്കിൽ നിരീശ്വരവാദികള് കൂടെ കൂടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അന്ധവിശ്വാസം അഥവാ മതവിശ്വാസം അതാണ് ഇവിടെ ജാതി തിരിവ്, വംശവെറി, വർഗീയത ഇതെല്ലാം കൊണ്ടുവന്നത്. ഇവിടെ ഒരു ഫ്രീ തിങ്കിങ് മനോഭാവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ഉണ്ടാകില്ല. ഇതുണ്ടാക്കിയത് മതമാണ്. അതിന് ഇവിടെ ഹിന്ദു മിത്തോളജിയിലുള്ള ചില പുസ്തകങ്ങളുടെ കാര്യങ്ങൾ അവർ പറയും. അതുപോലെ ബൈബിൾ അടിമത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയും. ബൈബിളിൽ വംശവെറി ഉണ്ടെന്ന് പറയും. ഇങ്ങനെ എല്ലാ മതപുസ്തകങ്ങളിലും ഇവർ വംശവെറിയും വർഗീയതയും കണ്ടെത്തിയതിനു ശേഷം ഇവർ പറഞ്ഞു നടക്കുന്നത് ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ ഇടയിലും ഈ വംശീയ വിദ്വേഷം വളർത്തിവിട്ടത് മതമാണ്. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഫ്രീ തിങ്കേഴ്സ് ആണ്, ഞങ്ങൾ പരിണാമം വിശ്വസിക്കുന്നത് കൊണ്ട് എല്ലാ ആളുകളും ഏകകോശ ജീവിയിൽ നിന്ന് പരിണമിച്ച് ബഹുകോശ ജീവിയായി ഒരു പൂർവികനിൽ നിന്ന് പിന്നെ നമ്മൾ ഇപ്പൊ കാണുന്ന ഹോമോസാപ്പിയൻസ് ആയി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും മറ്റൊരു തലത്തിൽ കാണാൻ പറ്റില്ല. ഞങ്ങൾ മൃഗം പരിണമിച്ച് വന്നവരായിട്ട് മാത്രമേ ഞങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വംശീയത, വർഗീയത എന്ന് പറയുന്നത് ഞങ്ങൾ മൃഗങ്ങൾ പരിണമിച്ചവരാണ്. അതിൽ കവിഞ്ഞ് മറ്റൊരു നിലയിലുള്ള വംശവെറി ഞങ്ങൾക്കില്ല. ഇതിവർ പച്ചയ്ക്ക് പറയില്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇതാണല്ലോ പരിണാമവാദം മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ്. അതിനപ്പുറം ശ്രേഷ്ഠമായ ഒരു ആർഗ്യുമെന്റ് ഒരു ജാതിയെ സംബന്ധിച്ചോ മതത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു സെറ്റിനെ സംബന്ധിച്ചോ ഇവർക്ക് പറയാനില്ല. മൃഗത്തെക്കാളും അല്പം മെച്ചമായ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്ന ഹോമോസാപ്പിയൻസ്. അപ്പം ഇവിടെ വർഗീയത എന്ന് പറയുന്നതിന് ലോകത്തിലെമ്പാടും ഉണ്ടായിട്ടുണ്ട്, നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഇന്നുമുണ്ട്. ഇപ്പോഴും വികസ്വര രാജ്യങ്ങളിൽ വളരെ നല്ല നിലയിൽ അതുണ്ട്. വികസിത രാജ്യങ്ങളിൽ പോലും വർഗീയ വിദ്വേഷങ്ങൾ ഒക്കെ ഉണ്ട്. നമ്മൾ ഇല്ല എന്നല്ല ഇവിടെ പറയുന്നത്. അത് നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെയാണ് ക്രൈസ്തവ വിശ്വാസം, അതിനെതിരെയാണ് ബൈബിളിന്റെ ടീച്ചിങ്സ്. ബൈബിൾ ഒരിക്കലും ഒരു നിലയിലും താത്വികമായോ ഉപദേശപരമായോ ഡോക്ടറിനലായിട്ടോ ഒരിക്കലും വംശീയതയെ അംഗീകരിക്കുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വിശേഷാൽ പഴയ നിയമത്തിൽ ഒരു ജാതി എന്നുള്ള നിലയിൽ, ഇസ്രായേൽ ഒരു ജാതി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ അവർക്ക് കൊടുത്ത ഉപദേശങ്ങളിൽ യഹൂദരല്ലാത്തവരെ അന്യജാതിക്കാരെന്നും ഒക്കെ സംബോധന ചെയ്തിട്ടുണ്ട്. യഹൂദന്റെ വിശ്വാസ പ്രമാണങ്ങൾ അത് കാണുന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ തീർത്തും എല്ലാ ജാതി മത വർഗങ്ങളിലുള്ളവരെയും യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവരെയെല്ലാം ക്രിസ്തുവിൽ ഒരു തികഞ്ഞ മനുഷ്യനായും യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളായും അവരെയെല്ലാം ഒരു പിതാവിന്റെ മക്കളായും അവരെല്ലാവരും സഹോദരന്മാരായും പരിഗണിക്കുന്നു. എല്ലാ ജാതീയ വേർതിരിവുകൾക്കും അപ്പുറം ക്രിസ്തുവിൽ ഞങ്ങൾ ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്ന കുർബാനയോടുകൂടെ അല്ലെങ്കിൽ വീഞ്ഞുകളോടുകൂടെയാണ് എല്ലാ ആഴ്ചകളും അവരുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്. സത്യക്രിസ്ത്യാനികൾ അതാണ് ചെയ്യുന്നത്. എന്നാൽ ആ നിലപാടിനെ, ആ ഡോക്ടറിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ആരെങ്കിലും വ്യക്തിപരമായി ആന്തരികമായി ജാതി തിരിവോ വിദ്വേഷമോ മനസ്സിൽ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അത് ആ ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അത് ക്രിസ്ത്യാനിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ഉപദേശമല്ല. അങ്ങനെ ഒരു ഉപദേശം പുതിയ നിയമത്തിനില്ല. അങ്ങനെ ഒരു ഉപദേശം ക്രൈസ്തവ സഭയും മുന്നോട്ട് വെച്ചിട്ടില്ല, വെക്കുകയുമില്ല. കാരണം അതിന് പ്രമാണമില്ല ഞങ്ങളുടെ പക്ഷത്ത്. അപ്പൊ പ്രമാണബന്ധിതമായ ക്രിസ്ത്യാനിറ്റി തികച്ചും എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു തത്വസംഹിതയാണ്, ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പരിണാമത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പരിണാമ മതക്കാരുടെ വംശീയതയും ആ വംശീയത നിമിത്തം അവർ കൊന്ന് ഒടുക്കിയതും അവർ അടിമകളാക്കിയതും അവർ സെല്ലിലിട്ടവരെയും അവർ നാട് കടത്തിക്കൊണ്ടുവന്നവരെയും ചുട്ടുപുഴുങ്ങിയെടുത്തവരെയും തലയോട്ടിയിൽ പരീക്ഷണം നടത്തിയവരുടെയും എല്ലാം ഭീകരമായ ലജ്ജിപ്പിക്കുന്ന മാനവ ചരിത്രത്തെ നാണക്കേടിന്റെ മുൻമുനയിൽ നിർത്തുന്ന ചരിത്രമാണ് പരിണാമ മതത്തിനുള്ളത്. പരിണാമം ഡാർവിൻ മുന്നോട്ട് വെച്ചതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് അതൊരു മതമായി പരിണാമത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പൊ ഡാർവിന്റെ ചിലപ്പോഴിങ്ങനെ ഒരുപക്ഷെ ഐ തിങ്ക് ദാറ്റ് ഇറ്റ് മേ ബി എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ ചില വർഷങ്ങൾ കൊണ്ട് ഒരു മതമായി, ഒരു റിലീജിയനായി അത് വന്നപ്പോൾ ആ മതത്തിനു വേണ്ടി കൊല്ലാനും പഠനത്തിന്റെ പേരിൽ എന്തും ചെയ്യുവാൻ തയ്യാറായ ഒരു സമൂഹമാണ് അങ്ങനെ ഒരു സമൂഹത്തിന്റെ ചരിത്രമാണ് നമുക്ക് ലോക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കിട്ടുന്നത്. ഇന്ന് വളരെ പെയിന്റൊക്കെ അടിച്ച് വെള്ളയൊക്കെ പൂശി പുട്ടിയൊക്കെ ഇട്ട് മിനുക്കിയെടുത്ത നിരീശ്വരവാദത്തിന്റെ 4 തൂണുകളിൽ പൊക്കിപ്പിടിച്ചിരിക്കുന്ന ഒരു പരിണാമത്തെയാണ് നമ്മുടെ മുൻപാകെ ഇവർ അവതരിപ്പിക്കുന്നത്. ഒരു പരിണാമത്തിന്റെ ഒരു കാഴ്ചപ്പാടിനെയാണ് നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത്.
എന്നാൽ അതിന്റെ പിന്നിലൊക്കെ ഒരു കാലത്ത് വ്യാപരിച്ചിരുന്ന ചില സൊസൈറ്റികളെ, ചില സമൂഹങ്ങളെ, ചില മനുഷ്യ ഗോത്രങ്ങളെ തന്നെ എത്രയോ ഹീനമായിട്ടായിരുന്നു ഇവർ പരിഗണിച്ചിരുന്നത് എന്നുള്ളതിന്റെ ചരിത്രം നമുക്ക് അനിൽ ബ്രദർ പേപ്പർ അവതരിപ്പിക്കുമ്പോൾ ചരിത്രത്തിന്റെ ഒരു റീഡിംഗ് ആണ് ഇവിടെ നടത്തുന്നത്. ഒന്നും ഞങ്ങളുടേതായിട്ട് അങ്ങോട്ട് ഇടുന്നില്ല. പൂർണ്ണമായും ചരിത്ര പുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു വ്യക്തമായ റീഡിങ് ഇപ്പോൾ അനിൽ ബ്രദർ ഇവിടെ നടത്തുന്നതാണ്. അതിനെ തുടർന്ന് ഈ വിഷയം സംബന്ധിച്ച് ആർക്കെങ്കിലും 2 പേർക്ക് സ്പീക്കേഴ്സ് പാനലിലുള്ളവർക്ക് എന്തെങ്കിലും അഡീഷൻസ് ചേർക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ചർച്ചയിലേക്ക് വിഷയത്തിൽ നിന്നുകൊണ്ട് ചർച്ചയിലേക്ക് കടന്നു പോകുന്നതാണ്. ഇപ്പോൾ ഞാൻ പ്രാരംഭമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുന്നതാണ്. ഇതുവരെ ഈ ക്ലബ്ബ് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും താഴെ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്ലീസ് ഈ ക്ലബ്ബ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് പരിണാമവാദത്തെ സംബന്ധിക്കുന്ന, അതിൻ്റെ പൊള്ളത്തരത്തെ സംബന്ധിക്കുന്ന വളരെ മനോഹരമായ ചർച്ചകളിൽ പങ്കെടുക്കുവാനും വിഷയങ്ങൾ പഠിക്കുവാനുമുള്ള സാഹചര്യം എല്ലാ ചൊവ്വാഴ്ച തോറും 6 മണിക്ക് ഈ റൂമിൽ ഇവിടെ ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള സഹോദരന്മാർ അവതരിപ്പിക്കുന്നതാണ്. അവിടെ പച്ച ഹോളോഗ്രിൽ ഓഫ് എവല്യൂഷൻ എന്നുള്ളതിൻ്റെ അടുത്ത് ചേർന്നിരിക്കുന്ന പച്ച ഇതിലൊന്ന് കൈയൊന്ന് തൊടുക. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ് കാണും. നിങ്ങൾ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക. ക്ലബ്ബിൽ വിഷയങ്ങളിൽ സംസാരിക്കുന്ന സ്പീക്കേഴ്സ് പാനലിലുള്ളവരെ നിങ്ങൾ ഫോളോ ചെയ്താൽ ഇവർ മറ്റ് ക്ലബ്ബുകളിൽ ഇത്തരം വിഷയങ്ങളിൽ, ക്രിസ്ത്യൻ പൊളിറ്റിക്സ് വിഷയങ്ങളിൽ, മതപരമായ കാര്യങ്ങളിൽ, എവല്യൂഷനുള്ള കാര്യങ്ങളിൽ, ഇസ്ലാം വിഷയത്തിലൊക്കെ ഇവർ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ക്ലബ്ബിലുള്ള എല്ലാവരെയും ചർച്ചയിലേക്ക് ഹീനായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അനിൽ ബ്രദർ ഇന്നത്തെ വിഷയം അദ്ദേഹത്തിന്റെ സമയമെടുത്ത് ഈ വിഷയം അവതരിപ്പിക്കുന്നതാണ്. ഓവർ ടു അനിൽ ബ്രദർ. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ ക്ലബ് ഹൗസ് റൂമിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ ചർച്ചയെക്കുറിച്ച് ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ തിയറി ഓഫ് എവല്യൂഷനിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ 4 പേര് ആ പോസ്റ്റിന് ഹഹഹഹ എന്നുള്ള റിയാക്ഷൻ ഇട്ടിട്ടുണ്ട്. ആ 4 പേരെന്ന് പറയുന്നത് ജിനേഷ് ജോസഫ് എന്ന് പറയുന്ന ആള്, രതീഷ് ആയസ്, ജിബിൻ സെബാസ്റ്റ്യൻ, പിന്നെ സാജൻ കൂത്താടി ഹനീഫ്. ഈ 4 പേരാണ് അതിനെ ഒരു പരിഹാസ രൂപേണ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ വംശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിച്ചിരിക്കാനുള്ളൊരു സംഗതിയാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അതൊരു തമാശ രൂപത്തിലേ അവരെടുക്കുന്നുള്ളൂ. കാരണം പരിണാമ സിദ്ധാന്തം അവരുടെയൊക്കെ ഉള്ളിൽ ചെലുത്തിയിരിക്കുന്ന സ്വാധീനം അത്ര വലുതാണ്. വംശീയത എന്ന് എത്ര കൊടിയ ക്രൂരതയാണ്. അത് മനുഷ്യനോട് ചെയ്ത സമാനതകളില്ലാത്ത ക്രൂരതയാണ് അതിൻ്റെ പുറകിലുള്ളത്. അതൊരു വലിയ പാപമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവർക്കിപ്പോഴും വന്നിട്ടില്ല. മനുഷ്യർ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ള ബൈബിളിന്റെ പ്രഖ്യാപനം അത് നിരീശ്വരവാദികളും പരിണാമവാദികളും പരിഹാസത്തോടെ തള്ളിക്കളയുന്ന ഒന്നാണ്. അവർ പറയുന്നത് മനുഷ്യർ മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചു വന്നെന്നാണ്. വാസ്തവത്തിൽ ആ വാദം മുന്നോട്ട് വയ്ക്കുന്നത് അന്ധമായ വംശീയതയാണ്. നിറത്തിന്റെ പേരിൽ മനുഷ്യനോട് ചെയ്തിട്ടുള്ള ക്രൂരതകൾക്ക് ഒരു താത്വിക അടിത്തറയിട്ടത് പരിണാമ സിദ്ധാന്തമാണ് എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കണം. ഈ വംശീയത എന്ന് പറയുന്ന പാപം അത് മനുഷ്യവർഗത്തിന്റെ ആരംഭകാലം മുതലേ നിലനിന്നിരുന്നതാണ്. മനുഷ്യവർഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഗോത്ര സംസ്കാരം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഓരോ കുടുംബങ്ങൾ വേർതിരിഞ്ഞു പോയി. കാലങ്ങൾ കഴിയുമ്പോൾ ആ കുടുംബങ്ങളിൽ നിന്ന് കുലങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആയിട്ട് അവർ പരിണമിച്ചു. അവർ തമ്മിൽ ശത്രുതയൊക്കെ ഉണ്ടാകുന്നത് മനുഷ്യചരിത്രത്തിന്റെ ആരംഭം മുതലേ ഉള്ള ആ തുടക്കകാലം മുതലേ അത് കാണാം. പിന്നെ യുദ്ധങ്ങളിൽ ജയിക്കുന്നവർ തോറ്റവരെ അടിമകളാക്കി കൊണ്ടുപോകുന്നതും ഓരോ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ അടിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വരുന്നത് കറുത്ത വർഗ്ഗക്കാരായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. റോമൻ അടിമകളിൽ ധാരാളം വെളുത്ത വർഗ്ഗക്കാരൊക്കെ ഉണ്ടായിരുന്നു. റോമ സാമ്രാജ്യത്തിൽ അവർ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടിയപ്പോൾ അവരെ എതിർത്ത് നിന്നിരുന്ന യൂറോപ്പിലെ തന്നെ പല ജനവിഭാഗങ്ങളെയും അവർ അടിമകളാക്കിയിട്ടുണ്ട്. അപ്പോൾ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ പലരും അടിമകളായിട്ടുണ്ട്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ അടിമകളായിരുന്ന ഈ ആളുകളെ മനുഷ്യരായിട്ട് തന്നെയാണ് മറ്റുള്ളവർ കണ്ടിരുന്നത്. അടിമയാണ്, പക്ഷെ അവർ മനുഷ്യൻ തന്നെയാണ് എന്നാണ് ചിന്തിച്ചിരുന്നത്. ഡാർവിന് മുമ്പുള്ള കാലത്ത് ആരും അടിമകളെ മനുഷ്യരിൽ നിന്ന് വിഭിന്നമായി കണ്ടിരുന്നില്ല. സമൂഹത്തിൽ വലിയവനും ചെറിയവനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഭാരതത്തിലാണെങ്കിൽ ജാതികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യരൂപത്തിൽ 2 കാലിൽ നടക്കുന്ന നമ്മളെപ്പോലെ തന്നെയുള്ള ആളുകളെ ഒരിക്കലും മൃഗങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നില്ല. അവരെ ഒരുപക്ഷെ മൃഗങ്ങളെ പോലെ പരിഗണിച്ചിട്ടുണ്ടായിരിക്കും. മൃഗങ്ങളെക്കാളോ അതിനേക്കാളും കഷ്ടമായ നിലയിലോ പരിഗണിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് അവർ മൃഗങ്ങളായതുകൊണ്ടല്ല, അവരോടുള്ള വെറുപ്പ് കൊണ്ട് അങ്ങനെ അവർ പരിഗണിച്ചതാണ്. പക്ഷെ അപ്പോഴും അവർ മനുഷ്യരാണെന്ന് ഈ 2 കൂട്ടർക്കും അറിയാം.
എന്നാൽ ഈ പരിണാമം എന്ന് പറയുന്ന ഈ സാധാന്യ ആശയം അത് മനുഷ്യവർഗത്തിലുള്ള ചില ആളുകളെ പരിണാമ ശ്രേണിയിൽ ഏറ്റവും ഉന്നതരെന്നും വേറെ ചിലരെ നിറത്തിൻ്റെയും രൂപത്തിൻ്റെയും പിന്നെ വളർച്ചയുടെയും ഉയരത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും പരിണമിക്കാത്തവരാണ്, അല്ലെങ്കിൽ ഇപ്പോഴും മൃഗങ്ങൾ തന്നെ, അതായത് ആ പഴയ പൊതുപൂർവികനിൽ നിന്ന് വിട്ടിട്ട് എന്നാൽ ഇപ്പോൾ ഹോമോസാപ്പിയൻ ആയിട്ടുമില്ല. മനസ്സിലായോ? ഏപ്മാൻ എന്ന് പറയുന്ന അതിൽ നിന്ന് വിട്ടു, ഹോമോസാപ്പിയൻ ആയിട്ടുമില്ല. അപ്പം ഇതിന് ഇടയിലുള്ള വിഭാഗമാണ് എന്നുള്ള വിധത്തിൽ കണക്കൂട്ടുകയുണ്ടായി. മനുഷ്യരെ, നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരെ, കറുത്ത നിറമുള്ളവർ മനുഷ്യരാണോ അതോ ഇപ്പോഴും പരിണാമത്തിന്റെ താഴത്തെ പടിയിൽ തന്നെ നിൽക്കുന്ന മൃഗങ്ങളാണോ എന്ന് ഒരു കാലത്ത് ഈ പരിണാമവാദക്കാർക്കിടയിൽ കൊണ്ടുപിടിച്ച ചർച്ചകൾ തന്നെ ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം. ക്രിസ്ത്യാനികൾ ഒരിക്കലും ഇവർ മനുഷ്യരാണോ മൃഗമാണോ എന്ന് സംശയിച്ചിട്ടില്ല. ക്രിസ്ത്യാനികൾ അവരെ മനുഷ്യരായി തന്നെയാണ് കണ്ടിട്ടുള്ളത്. ബൈബിൾ അവരെ എപ്പോഴും മനുഷ്യരായി തന്നെ കണ്ടിട്ടുള്ളൂ. സഭാപിതാക്കന്മാരെയൊക്കെ നോക്കിയാൽ, ആദ്യകാലത്ത് സഭാപിതാക്കന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാരാണ്. തെർത്തുല്യനൊക്കെ കറുത്ത വർഗ്ഗക്കാരനാണ്. അതുപോലെ പലരും. ഈ അലക്സാന്ദ്രിയ ഒരു കാലത്ത് ക്രൈസ്തവരുടെ പ്രധാന കേന്ദ്രമായിരുന്നു. അലക്സാന്ദ്രിയ എന്ന് പറയുന്നത് ഈജിപ്താണെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ളതാണ്. അപ്പോൾ അവിടെ അലക്സാന്ദ്രിയയിൽ നിന്നൊക്കെ വന്നിരുന്ന പല സഭാപിതാക്കന്മാരും എന്ന് പറയുന്നത് കറുത്തവരാണ്. അവരെ മനുഷ്യരായി തന്നെയാണ് പരിഗണിച്ചിരുന്നത്, സഹോദരന്മാരായി തന്നെയാണ് പരിഗണിച്ചിരുന്നത്. എന്നാൽ പരിണാമവാദം അങ്ങനെയല്ല അവരെ കണ്ടത്. ഇന്ന് വ്യത്യാസമുണ്ട്. ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഡാർവിനൊക്കെ അന്ധമായ വംശീയ ഭ്രാന്ത് പൂത്ത മനുഷ്യനായിരുന്നു. ഡാർവിൻ മാത്രമല്ല, ഡാർവിൻ്റെ പുറകെ വന്ന പല ടീംസുകളും അന്ധമായ വംശീയത മൂത്ത ടീംസായിരുന്നു. പരിണാമവാദം വരുന്നതിന് മുമ്പുള്ള കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, വംശീയത ഏതൊരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അവരന്ന് എതിർത്തുകൊണ്ടിരുന്നത്, യൂറോപ്പിലും മറ്റുമൊക്കെ ഈ വംശീയ ചിന്താഗതിയുള്ള ആളുകളെ എതിർത്തുകൊണ്ടിരുന്നത് ക്രൈസ്തവർ, ബൈബിള് വിശ്വസിക്കുന്ന ക്രൈസ്തവരാണ്. അവരത് എതിർക്കുന്നതിന് മുന്നോട്ട് വെച്ച കാരണം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനമായ കാരണം എന്ന് പറയുന്നത്, മനുഷ്യരെല്ലാവരും ആദമിൽ നിന്ന് ഹവ്വയിൽ നിന്നും ഉണ്ടായവരാണ്, ഒരേ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്, പരസ്പരം തുല്യരായി തന്നെ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇതിനെ ഈ വംശീയ ചിന്താഗതിക്കെതിരെ നിന്നത്. എന്നാൽ പരിണാമവാദം അല്ലെങ്കിൽ ഈ ഡാർവിനൊക്കെ കൊണ്ടുവന്ന ആ പരിണാമം എന്ന് പറയുന്ന ആ സാധാന്യ ആശയം അത് പാശ്ചാത്യ നാടുകളിലുള്ള സാധാരണക്കാരായ ക്രിസ്ത്യാനികളെ സ്വാധീനിച്ചതോടെ അവര് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ പരിണാമ മതക്കാർ പറയുന്നത് വിശ്വസിക്കാൻ തുടങ്ങി. കാരണം ബൈബിൾ അത് പഴയ കഥയല്ലേ, കെട്ടുകഥയല്ലേ, കിഴവിക്കഥകളല്ലേ, അമ്മൂമ്മ കഥകളല്ലേ, നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല, ഇവിടെ ഇതാ ശാസ്ത്രമാണിത് പറയുന്നത്. കാരണം ഇവൻ്റെയൊക്കെ ഉള്ളിൻ്റെ ആരംഭത്തിൽ തന്നെ ഞങ്ങൾ വലിയ ആൾക്കാരാണെന്നുള്ള ചിന്തയുണ്ട്. ആ ചിന്തയ്ക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഡാർവിൻ പരിണാമം കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ വന്നതോടുകൂടി ഇവർ ബൈബിള് പറയുന്നത് വിശ്വസിക്കുന്നത് നിർത്തിയിട്ട് ഈ കാര്യത്തിൽ ഈ ഡാർവിൻ്റെ ചിന്താഗതിയെ പിന്തുണയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ജനങ്ങളിൽ നല്ലൊരു ഭാഗവും ഇങ്ങനെ ഈ വംശീയവാദത്തിൽ അഭിമാനിക്കാൻ തുടങ്ങി, അതനുസരിച്ച് പെരുമാറാനൊക്കെ തുടങ്ങി. അതിൻ്റെ അനന്തരഫലം മറ്റ് വംശങ്ങളിലുള്ളവരോട് അവർ ഭയങ്കരമായ ക്രൂരതകൾ കാണിച്ചു എന്നുള്ളതാണ്. ഇവർ ഈ കാണിച്ച ക്രൂരതകളുണ്ടല്ല, ഇതെല്ലാം ഇവന്മാർ ഇന്ന് ഈ പരിണാമ മതക്കാരും നാസ്തിക മതക്കാരനൊക്കെ കൊണ്ട് കെട്ടിവെക്കുന്നത് ക്രിസ്ത്യാനികളുടെ തലയിലാണ്. യഥാർത്ഥത്തിൽ യുവന്മാരുടെ പൂർവികരാണ് ഇത് ചെയ്തത്, അതിനെതിർത്തത് ക്രൈസ്തവരുമാണ്. പക്ഷെ ഇന്ന് പറയുമ്പോൾ അത് യൂറോപ്പിലുള്ളവർ ചെയ്തതാണ്, യൂറോപ്പിലുള്ളവരാ ക്രിസ്ത്യാനികൾ, അമേരിക്കയിലുള്ളവർ ചെയ്ത് അമേരിക്കയിലുള്ളവരാ ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികളെന്നും പറഞ്ഞ് അത് ക്രിസ്ത്യാനികൾ ചെയ്ത ക്രൂരതയെന്നും പറഞ്ഞ് ക്രിസ്ത്യാനികളുടെ തലയെ കൊണ്ട് കെട്ടിവെച്ചിട്ട് ഈ പരിണാമ മതക്കാരെ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു പോവുകയാണ് പതിവ്. കേരളത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. അവരും എപ്പോഴും ഇത് തന്നെ. ഇങ്ങനെയുള്ള കേസുകളെ പറ്റി പറയുമ്പോൾ കണ്ടില്ലേ വെള്ളക്കാരുടെ ക്രൂരതകൾ, സായിപ്പിന്റെ ക്രൂരതകൾ. സായിപ്പ് ആരാണ്? ക്രിസ്തു മതക്കാരൻ. അത് ക്രിസ്ത്യാനി. അപ്പോൾ ഇതും പറഞ്ഞിട്ടാണ് ഇവരുടെ ഉഡായിപ്പ്. സ്ഥിരം പരിപാടിയാണ് ഇത്. പലവട്ടം ഞങ്ങളും പല ചർച്ചകളിലും ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. ഈ ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് ഉണ്ടല്ലോ, അതിനകത്ത് ജീവിവർഗങ്ങളുടെ പരിണാമം എന്നുള്ള ആ സിദ്ധാന്തം അത് മനുഷ്യവർഗത്തിലുള്ള ചില ആളുകളെ പരിണാമ ശ്രേണിയിൽ ഏറ്റവും ഉന്നതരെന്നും വേറെ ചിലരെ നിറത്തിൻ്റെയും രൂപത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പൂർണ്ണമായും പരിണമിക്കാത്തവർ, അല്ലെങ്കിൽ ഇപ്പോഴും മൃഗങ്ങൾ തന്നെ ആയവർ, പൂർണ്ണമായിട്ടും മനുഷ്യരായിട്ടില്ല എന്നുള്ള ആ ഒരു ഇതിലാണത് അവർ കണക്കൂട്ടി വെച്ചത്. അതിൻ്റെ കറുത്ത വർഗ്ഗക്കാർ പൂർണ്ണമായും പരിണമിച്ച് മനുഷ്യരായി തീർന്നിട്ടില്ല, അവർ പരിണാമത്തിൻ്റെ ആദ്യ പടിയിൽ എത്തിയിട്ടേ ഉള്ളൂ. എന്നാൽ വെള്ളക്കാരാണെങ്കിൽ പൂർണ്ണമായും പരിണമിച്ച് ആ പരിണാമത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി എന്നുള്ളതാണ് ഈ ഡാർവിൻ്റെ ഈ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഇന്ന് നമ്മൾ അറിയുന്ന പുസ്തകം. ആ പുസ്തകത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് അതാണ്.
പിന്നെ വേറെ കുറേ ജീവജാലങ്ങളുടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ജീവജാലങ്ങളുടെ കേസൊന്നും അല്ല, ശരിക്കും ഇത് ഇവരുടെ ഈ വംശീയ ചിന്ത അതിനെ ഒരു ശാസ്ത്രീയ പിൻബലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. ഈ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകം, അതിൻ്റെ പേര് നിങ്ങൾ സാധാരണ ഇന്നൊക്കെ ആ പേര് തന്നെ ഉള്ളത്, നിങ്ങളതായിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഇനി കുറച്ചും കൂടി ഈ വിഷയം പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള പേരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന്റെ പേര് അതല്ല. ഇത് വേറെ ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് പിന്നീട് പ്രശ്നമാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പരിണാമവാദക്കാർ പുസ്തകത്തിന്റെ പേര് എഡിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് മാത്രമാക്കിയത്. ഈ പുസ്തകത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേരെന്ന് പറയുന്നത് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഓർ ദ പ്രിസർവേഷൻ ഓഫ് ഫേവേർഡ് റേസസ് ഇൻ ദ സ്ട്രഗിൾ ഫോർ ലൈഫ് എന്നാണ്. അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഇവർക്ക് ഉണ്ടല്ലോ, അർഹതയുള്ളതിന്റെ അതിജീവനം. ആ തത്വത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഡാർവിൻ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ ഒരു വലിയ ലെവൽ ഇതൊക്കെ ആയിട്ട് പറയുമ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നും. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. കാട്ടുനീതി എന്ന് പറയുന്നില്ലേ നമ്മൾ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത്, അത് തന്നെ സംഗതി കാട്ടുനീതി. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അവർ ഇങ്ങനെ വലിയ ഈ ജാർഗണുകളൊക്കെ പലതും ഉപയോഗിക്കും. ജാർഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാകാത്ത, കടിച്ചാൽ പൊട്ടാത്ത ചില സയന്റിഫിക് ടേംസ് ഒക്കെ അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണ്. ഇത് ഇത്രേ ഉള്ളൂ. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് തന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതായത് അതിജീവിക്കാൻ നിനക്ക് അർഹതയുണ്ടെങ്കിൽ നീ അതിജീവിക്കും, മറ്റവന് അർഹതയില്ലെങ്കിൽ ചാകും, കൊല്ലപ്പെടും. ഇത് കാട്ടില്ല. ഇതാണ് ഇപ്പൊ സിംഹത്തിന് ഓടിച്ചു പിടിക്കാനുള്ള ആ കഴിവ് അതിന്റെ ഫിറ്റാണെങ്കിൽ സിംഹം മാനിനെ ഓടിച്ചു പിടിച്ച് തിന്നും, സിംഹം ജീവിക്കും. അതല്ല, ഓടിപ്പോകാനുള്ള ശേഷി സിംഹത്തിനേക്കാൾ കൂടുതൽ മാനിനാണെങ്കിൽ മാൻ രക്ഷപ്പെടും, സിംഹം ഇര കിട്ടാതെ ചാകും. ഈ ചിന്താഗതിയാണ്. അപ്പൊ കഴിവുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോകും, അല്ലാത്തവൻ താളടിയായി പോകും. ഈ ചിന്താഗതിയാണ്. അപ്പൊ ഈ അതിജീവനത്തിന് വേണ്ടിയുള്ള മനുഷ്യവർഗങ്ങളുടെ പോരാട്ടങ്ങളിൽ ചില വർഗങ്ങളെ പ്രകൃതിക്ക് വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ചില വർഗങ്ങളെ, അതായത് ആ വർഗം വെള്ളക്കാർ, വേറെ ആരുമല്ല, അവരെ പ്രകൃതിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ വർഗങ്ങൾ പെട്ടെന്ന് അങ്ങ് പരിണമിച്ച് പരിണാമ പ്രക്രിയയുടെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തി. മറ്റു വർഗങ്ങളോട് പ്രകൃതി അങ്ങനെ ഒരു ഫേവർ ചെയ്തില്ല. അതുകൊണ്ട് അവരിപ്പോഴും പരിണമിച്ച് പൂർണ്ണ മനുഷ്യരായി തീർന്നിട്ടില്ല. അവരിപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിണാമത്തിന്റെ ഒന്നാമത്തെ പടിയിൽ അവർ കടന്നിട്ടേ ഉള്ളൂ എന്നാണ് ഡാർവിൻ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് തൻ്റെ പുസ്തകത്തിൽ ഇത്തരം ഒരു തലക്കെട്ട് അദ്ദേഹം നൽകിയത്. അതായത് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് അടുത്തത് ഓർ ദ പ്രിസർവേഷൻ ഓഫ് ഫേവേർഡ് റേസസ് ഇൻ ദ സ്ട്രഗിൾ ഫോർ ലൈഫ് എന്ന് പറയുന്നത്, പ്രകൃതിയുടെ ഫേവർ ലഭിച്ച് പരിണാമ പ്രക്രിയയിൽ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയത് വെള്ളക്കാരാണെന്നാണ് ഡാർവിൻ വിചാരിച്ചത്. അതാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം ആ പുസ്തകത്തിന് അങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തത്. ഫേവേർഡ് റേസസ് എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് ഫേവർ ലഭിച്ച റേസുകൾ, വംശങ്ങൾ, അത് വെള്ളക്കാരെയാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പുസ്തകം വന്നു ഡാർവിൻ്റെ, ദ ഡിസെന്റ് ഓഫ് മാൻ എന്ന് പറയുന്നത്. ആ പുസ്തകത്തിന്റെ പേരും ഊമാര് പിൽക്കാലത്ത് തിരുത്തിയതാണ്. ഒറിജിനൽ പേരെന്ന് പറയുന്നത് ദ ഡിസെന്റ് ഓഫ് മാൻ ആൻഡ് സെലക്ഷൻ ഇൻ റിലേഷൻ ടു സെക്സ് എന്നാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ ഡാർവിൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ ചാൾസ് ഡാർവിൻ ദ ഡിസെന്റ് ഓഫ് മാൻ ചാപ്റ്റർ 3, അതിന്റെ 1952 എഡിഷനിലാണിത്. അതിന്റെ 336 പേജിൽ ഡാർവിൻ പറയാണ്, ഒരു നൂറ്റാണ്ട് പോലെ ദീർഘമല്ലാത്ത അടുത്ത ഒരു കാലാവധിക്കുള്ളിൽ സംസ്കാരമുള്ള മനുഷ്യവർഗം എന്ന് പറയുന്നത് സിവിലൈസ്ഡ് റേസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെള്ളക്കാരെയാണ്. സംസ്കാരമുള്ള മനുഷ്യവർഗം തീർച്ചയായും കിരാതന്മാരായ വർഗങ്ങളെ, സാവേജ് റേസസ്, അതായത് വെള്ളക്കാരല്ലാത്തവർ, കാട്ടാളന്മാർ, നമ്മളൊക്കെ ഈ ഇന്ത്യയിലൊക്കെ ജീവിക്കുന്ന, ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ ജീവിക്കുന്നവർ, അതാണ് സാവേജ് റേസസ് ആണ് ഡാർവിന്റെ കണ്ണിൽ. അപ്പൊ ഈ സിവിലൈസ്ഡ് റേസസ് അല്ലെങ്കിൽ വെള്ളക്കാര് കിരാതന്മാരായ വർഗങ്ങളെ അഥവാ സാവേജ് റേസസിനെ ലോകമെമ്പാടും നിർമാർജനം ചെയ്യും. ഇതാണ് ഡാർവിൻ പ്രവചിച്ചത്. ചിന്തിച്ചു നോക്കണം. ഡാർവിൻ പറയാണ്, ഒരു നൂറ്റാണ്ട് പോലെ എടുക്കണ്ട, അത്രയും ദീർഘമല്ലാത്തൊരു കാലാവധിക്കുള്ളിൽ തന്നെ ഈ സിവിലൈസ്ഡ് റേസസ് അല്ലെങ്കിൽ വെള്ളക്കാര് സാവേജ് റേസസിനെ, അല്ലെങ്കിൽ കാട്ടാളന്മാരായ, അപരിഷ്കൃതരായ, കിരാതന്മാരായ, അല്ലെങ്കിൽ പരിണമിച്ച് പൂർണ്ണമായും മനുഷ്യരായിട്ടില്ലാത്ത ആ ജനതയെ ലോകമെമ്പാടും നിർമാർജനം ചെയ്യും. അപ്പൊ ഇത് എന്നിട്ട് നിർമാർജനം ചെയ്ത് ഡാർവിൻ പറഞ്ഞത് വെള്ളക്കാർ മറ്റുള്ളവരൊക്കെ ഇല്ലാതാക്കി അവരുടെ സ്ഥാനത്ത് വെള്ളക്കാർ വരും എന്ന് വെച്ചാൽ വെള്ളക്കാർ മാത്രം നിറയും. പ്രകൃതി അവർക്കാണ് ഫേവർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അർഹതയില്ലാത്തതൊക്കെ നിലനിൽക്കുകയില്ല. അർഹതയുള്ളത് മാത്രം അതിജീവിക്കും, അർഹതയില്ലാത്തത്
നശിച്ചു പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ജീവവർഗ്ഗങ്ങളൊക്കെ അല്ലെങ്കിൽ മനുഷ്യവർഗ്ഗങ്ങളൊക്കെ നശിക്കുകയും വെള്ളക്കാർ മാത്രം ലോകത്ത് നിറയുകയും ചെയ്യും എന്നാണ് ഡാർവിൻ പ്രവചിച്ചത്. ആ കാലഘട്ടം ഓർക്കണം, അത് കോളനിവൽക്കരണത്തിന്റെ കാലഘട്ടമാണ്. യൂറോപ്പിൽ നിന്ന് പല രാജ്യങ്ങളും ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ വന്ന് അവിടെ കോളനികൾ ഉണ്ടാക്കുന്നു, ആ പ്രദേശത്ത് അവരുടെ ഭരണം പിടിച്ചെടുക്കുന്നു. അങ്ങനെയുള്ള ആ കാലഘട്ടം. അപ്പോൾ ഡാർവിൻ ചിന്തിച്ചത് ഈ കോളനിവൽക്കരണം എന്നെന്നും ഇങ്ങനെ നിലനിൽക്കുമെന്നാണ്. വന്ന് ഇവിടെയുള്ള ആളുകളെയൊക്കെ കൊന്ന്, ഏഷ്യയിൽ നിന്നുള്ളതായാലും ശരി ആഫ്രിക്കയിൽ നിന്നുള്ളവരായാലും കൊന്ന് അവിടേക്ക് വെള്ളക്കാരിങ്ങനെ കുടിയേറി ഈ ലോകം മുഴുവൻ വെള്ളക്കാരുടെ കീഴിലാവുന്നതാണ് ഡാർവിൻ ചിന്തിച്ചത്. അതുകൊണ്ടാണ് ഈ ഡിസെന്റ് ഓഫ് മാൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഡാർവിൻ ഇങ്ങനെ ഒരു പ്രവചനം നടത്തിയത്. ആലോചിച്ച് നോക്കണം, ഇവരുടെ ഉള്ളിലുള്ള വംശീയ ഭ്രാന്ത് എത്രത്തോളം മൂത്തു നിൽക്കുകയാണെന്ന്. വളരെ സിമ്പിളായിട്ട് പറയാണ്, മറ്റു മനുഷ്യരെയൊക്കെ കൊന്നൊടുക്കിയിട്ട്, മനുഷ്യരെന്ന് പോലും പറയുന്നില്ല, കിരാതന്മാരെന്ന് പറയുന്നത്, സാവേജ് റേസസ്, കിരാതന്മാർ, അപരിഷ്കൃതർ, കാട്ടാളന്മാരായവരെ, അവരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് തദ്ദേശീയരായ ആ ജനതയൊക്കെ ഇല്ലായ്മ ചെയ്ത് ആ പ്രദേശങ്ങളുടെ സമ്പൂർണ്ണ ഉടമസ്ഥരായി യൂറോപ്യന്മാർ മാറും എന്നാണ് ഡാർവിൻ ചിന്തിച്ചത്. കാരണം അമേരിക്കയൊക്കെ ആ വിധത്തിൽ വന്നതാണ്. അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലെയുള്ള പല ഇതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെയുള്ള തദ്ദേശവാസികളെയൊക്കെ കൊല ചെയ്യുകയും ഇല്ലാതാക്കുകയൊക്കെ ചെയ്തിട്ട് അവിടെ യൂറോപ്യന്മാർ കുടിയേറി ആ പ്രദേശങ്ങളെല്ലാം അവരുടെ കീഴിലേക്ക് വന്നു. അതുപോലെ ലോകമെമ്പാടും സംഭവിക്കുമെന്നാണ് ഡാർവിൻ ചിന്തിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവചനം നടത്താൻ ഡാർവിൻ ധൈര്യപ്പെട്ടത്. അപ്പോൾ വെള്ളക്കാരിൽ നിന്ന് വിഭിന്നമായതിനെയൊക്കെ ഡാർവിൻ വിശേഷിപ്പിക്കുന്നത് സാവേജ് എന്നുള്ള വാക്കാണ്. അപരിഷ്കൃതം, ആദിവാസി, അല്ലെങ്കിൽ കിരാതന്മാർ, കാട്ടാളന്മാർ എന്നൊക്കെയുള്ള അർത്ഥമാണ് ആ വാക്കിനുള്ളത്. വാസ്തവത്തിൽ അങ്ങനെയാണെങ്കിലും സാവേജ് എന്ന് പറയുമ്പോൾ ഡാർവിൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരു പടിയും കൂടി കടന്നിട്ടാണ്. ഡാർവിൻ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും പരിണമിക്കാത്ത, അല്ലെങ്കിൽ ഇപ്പോഴും പൂർണ്ണ മനുഷ്യൻ എന്ന് പറയാൻ സാധിക്കാത്ത ജീവി എന്നുള്ള അർത്ഥത്തിലാണ് ഡാർവിൻ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളുത്തവരുടെ വംശം ഉന്നതമായിട്ടുള്ളതാണ്, അവർ പൂർണ്ണ മനുഷ്യരാണ്. എന്നാൽ വെളുത്തവരല്ലാത്ത മറ്റു വംശജരൊക്കെ പരിണമിച്ച് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. അവർ പൂർണ്ണമായിട്ട് അവരെ പൂർണ്ണ മനുഷ്യരെന്ന് വിളിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവരെ സാവേജ് റേസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വംശീയത എന്നുള്ള ചിന്താഗതി ഇതിനു മുമ്പേ ഉള്ളതായിരുന്നെങ്കിലും ചാൾസ് ഡാർവിൻ ഇങ്ങനെ ഈ വംശീയതയെ ശാസ്ത്രത്തിന്റെ ലേബലിൽ അവതരിപ്പിച്ചതോടുകൂടെ എന്തുണ്ടായി? അതിന് ഒരു സ്വീകാര്യത ലഭിച്ചു. അതിനു മുമ്പൊക്കെയുള്ള കാലത്ത് ഇങ്ങനെയുള്ള വംശീയത പറഞ്ഞു വരുമ്പോൾ ക്രൈസ്തവരായിരിക്കുന്നവർ മറുവശത്ത് നിന്ന് ബൈബിൾ ഉയർത്തി കാണിച്ചു. ഇപ്പുറത്തും ഈ വംശീയത പറഞ്ഞുകൊണ്ടിരുന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണ് കേട്ടോ, അതും ഓർക്കണം. ക്രൈസ്തവരെന്ന് പറയുന്ന അതേ ആളുകൾ തന്നെയാണ് ബൈബിളിനെതിരായിട്ട് ഈ വംശീയ ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ അന്ന് അതിനെ എതിർത്തുകൊണ്ടിരുന്നത് ബൈബിൾ അറിയാവുന്ന യഥാർത്ഥ ക്രൈസ്തവര്. അവർ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെയും 2-ാം അധ്യായത്തിലെയും കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം, ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം, അപ്പോസ്തല പ്രവൃത്തി 17:24. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും. അപ്പൊ ഇവിടെ 26-ാം വാക്യത്തിൽ ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി എന്നുള്ള ഈ വാക്യം, ഇത് പിന്നെയും എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ വംശീയ ചിന്താഗതിയെ അന്നത്തെ ക്രൈസ്തവർ നേരിട്ടിരുന്നത്. അവർ എണ്ണത്തിൽ കുറവാണ്, മറ്റുള്ളവരുടെ പരിഹാസത്തിനൊക്കെ അവർ പാത്രമായിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും ശക്തമായിട്ട് അതിനെതിരെ സംസാരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ അന്നും ആൾക്കാരുണ്ടായിരുന്നു. അതായത് ദൈവവചനത്തിൽ നിന്നാണല്ലോ ഇവർ പറയുന്നത്, ദൈവവചനം പറഞ്ഞത് നമ്മൾ അനുസരിക്കേണ്ടതാണല്ലോ എന്നുള്ള ചിന്തയിൽ പല ക്രൈസ്തവരും ഈ വംശീയ ചിന്താഗതി മാറ്റിക്കളഞ്ഞ് മറ്റുള്ളവരോട് ഒരു സഹോദര മനോഭാവത്തിൽ ജീവിച്ചു വന്നിരുന്നു. പക്ഷേ ഡാർവിൻ ഈ സംഗതി അവതരിപ്പിച്ചപ്പോൾ ശാസ്ത്രത്തിന്റെ ലേബലിലുള്ള വംശീയവാദം അത് ഡാർവിൻ കൊണ്ടുവന്നതോടുകൂടി വംശീയ ചിന്തയ്ക്ക് താത്വികവും ശാസ്ത്രീയവുമായ ഒരു അടിത്തറയുണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ല, ഉണ്ടാകുകയാണ്. പിന്നെ താത്വികവും ശാസ്ത്രീയമായ ഒരു അടിത്തറ ഉണ്ടായി. അതുവരേക്കും ഇത് വെറും റേസിസം മാത്രമായിരുന്നു, വംശീയത മാത്രമായിരുന്നു. പക്ഷെ ഡാർവിൻ്റെ ഈ പരിണാമ സിദ്ധാന്തം എന്നുള്ള സാത്താന്യ ആശയം വന്നതോടുകൂടെ വെറും റേസിസമായിരുന്ന സാധനം സയന്റിഫിക് റേസിസമായി മാറി.
സയന്റിഫിക് റേസിസം. യൂറോപ്പിലെ ജനങ്ങളുടെ ചിന്താഗതിയെ ഒന്നാകെ മാറ്റിമറിച്ച സംഗതിയായിരുന്നു ഈ പറഞ്ഞ സയന്റിഫിക് റേസിസം എന്നുള്ളത്. ഇത് നമ്മൾ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിന്റെ ചരിത്രമൊക്കെ നോക്കിയാൽ മനസ്സിലാകും. അത് ഞാൻ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അത് ചെറുതായിട്ട് പറയാം. ആ ഇതില് മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരതകളുടെ ഇത് വർദ്ധിച്ചു. അപ്പൊ ഈ യൂറോപ്പിലെ ജനങ്ങൾ അതുവരേക്ക് ഇത് റേസിസം മാത്രമായിട്ടാണ്, യൂറോപ്പിൽ മാത്രമല്ല അമേരിക്കയിലും ഉള്ള ആ ജനത അത് റേസിസം മാത്രമായിട്ട് കാണുകയും ഈ ചിന്താഗതി ഉള്ളവരെ എതിർക്കുകയും വെറുക്കുകയും ചെയ്തിരുന്നപ്പോൾ അതെല്ലാം മാറിപ്പോയി. ഇവർക്കൊരു സ്വീകാര്യത ലഭിച്ചു, ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ലഭിച്ചു. കാരണം ഇപ്പൊ റേസിസം വന്നിരിക്കുന്നത് മുമ്പത്തേതുപോലെയല്ല, സയൻസിന്റെ പിന്തുണയോടുകൂടിയാണ്. യഥാർത്ഥ സയൻസുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. അത് പിന്നീട് നമുക്ക് ഇനി ദൈവം അനുവദിച്ച വേറൊരു ചർച്ചയിൽ ഞാനത് വിശദീകരിച്ചു തരാം. ഈ നിറമൊക്കെ എങ്ങനെയാണ് വംശീയതയായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരതകളുടെയൊക്കെ എണ്ണം, ഇത് അതിന് മുമ്പുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഉള്ളിലൊരു ഉത്ബോധമുണ്ട്. മറ്റു വർഗത്തിൽപ്പെട്ടവരോട് അവരെന്തെങ്കിലും ഒരു അതിക്രമമൊക്കെ കാണിച്ചെന്ന് പറയെങ്കിലും സ്വന്തം കൂട്ടത്തിലുള്ള ആൾക്കാരോട് ചെയ്യാൻ അവർക്കൊരു ഭയമുണ്ട്. കാരണം ഒരു സമൂഹമാണ്, സഹോദരന്മാരാണ് തമ്മിൽ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ സഹോദരനോട് ഞാൻ എങ്ങനെ അന്യായം കാണിക്കും എന്നുള്ള ആ ഒരു ചിന്തയിൽ അന്യോന്യമുള്ള പറ്റിക്കലും വഞ്ചനയും കുറവാണ്. പുറമേ ഉള്ള ആൾക്കാരോട് അത് ചെയ്തിരുന്നെങ്കിലും കൂട്ടത്തിലുള്ളവരോട് അതുണ്ടായില്ല. പക്ഷെ പരിണാമ സിദ്ധാന്തം വന്നതോടുകൂടി അതും വരാൻ തുടങ്ങി. കാരണം ഇവരെൻ്റെ സഹോദരനല്ല, ഞാൻ ദൈവത്തിൻ്റെ അടുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിൻ്റെ അടുക്ക് ഞാൻ കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല, മൃഗത്തിൽ നിന്ന് പരിണമിച്ച് വന്ന ആളാണ് ഞാനും അവനും, എന്ത് സഹോദരൻ. അപ്പോൾ പിന്നെ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ആ ചിന്താഗതി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ എന്തും ചെയ്യണം എന്നുള്ള കാട്ടുനീതിയാണല്ലോ. അല്ലെങ്കിൽ ഞാൻ വീണു പോകും, മറ്റുള്ളവൻ കയറിപ്പോകും, ഞാൻ വീണു പോകും. അങ്ങനെ വീണു പോകാതിരിക്കണമെങ്കിൽ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാകണം എന്നുള്ള ആ ഒരു ചിന്താഗതി വന്നപ്പോൾ സ്വന്തം സമൂഹത്തോട് തന്നെ അതിക്രമം കാണിക്കാൻ ഒരു മടിയില്ലാത്തവരായി മാറി. അതിന് മുമ്പുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ സമൂഹങ്ങൾ തമ്മിലാണ്. ഒരു സമൂഹത്തിന്റെ അകത്തുള്ള അതിക്രമം വളരെ കുറവായിരുന്നു. പക്ഷെ ഈ സാധനം വന്നതോടുകൂടി അതും വന്നു, മനുഷ്യരുടെ ഇടയിൽ അങ്ങനെയും വന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് സ്റ്റീഫൻ ജെ ഗോൾഡ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു പരിണാമവാദി ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഓണ്ടോഗണി ആൻഡ് ഫിലോഗണി എന്ന് പറയുന്നത്. 1977 ഇറങ്ങിയതാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, സ്റ്റീഫൻ ജെ ഗോൾഡ് പറയുന്നത്, 1859 മുമ്പ് തന്നെ ജീവശാസ്ത്രപരമായ വർഗചിന്ത സാധാരണമായിരുന്നു. ജീവശാസ്ത്രപരമായ വർഗചിന്ത എന്ന് പറയുന്നത് വംശീയത. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇവർ ഈ ജാർഗണുകളൊക്കെ ഉപയോഗിക്കും. വെറുതെ അങ്ങ് വംശീയത എന്ന് പറഞ്ഞാൽ മതി, അത് പറയാൻ മടിയാ. അപ്പൊ പെട്ടെന്ന് സാധാരണക്കാരന് പെട്ടെന്ന് ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനം എടുത്തു. ജീവശാസ്ത്രപരമായ വർഗചിന്ത സാധാരണമായിരുന്നു. എന്നാൽ പരിണാമ സിദ്ധാന്തം ലോകം സ്വീകരിക്കാൻ തുടങ്ങിയതിന് ശേഷം അത് പല മടങ്ങ് വർദ്ധിച്ചു. ഞങ്ങൾ ആരും അല്ല ഇത് പറയുന്നത്, ക്രിസ്ത്യാനിയൊന്നും അല്ല പറയുന്നത്. സ്റ്റീഫൻ ജെ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു ലീഡിങ് എവല്യൂഷനിസ്റ്റ് ആയിരുന്നു ആ കാലഘട്ടത്തിലെ. അദ്ദേഹമാണ് പറയുന്നത്, ഈ ഡാർവിൻ ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ് 1859 മുമ്പ് ഈ വംശീയ ചിന്ത സാധാരണമായിരുന്നെങ്കിലും പരിണാമ സിദ്ധാന്തം ലോകം സ്വീകരിച്ചതോടുകൂടി ഈ ചിന്താഗതി, വംശീയ ചിന്താഗതി പല മടങ്ങ് വർദ്ധിച്ചു. കാരണം എന്താണ്? അത് സയൻസിന്റെ ലെവലിൽ വന്നതുകൊണ്ട്. മനസ്സിലായി? ഇത് പരിണാമവാദി പറഞ്ഞാണെന്നുള്ളത് നിങ്ങൾ മറക്കരുത്, ഞങ്ങളാരും പറഞ്ഞതല്ല. പരിണാമ സിദ്ധാന്തം ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടതോടെ വംശീയതയെ എതിർക്കുന്ന, ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചതാണ് നമ്മളെയെല്ലാം എന്ന് പറയുന്ന ബൈബിൾ വിശ്വാസികളായ ക്രിസ്ത്യാനികൾ പരിഹസിക്കപ്പെടാൻ തുടങ്ങി. കാരണം ഡാർവിൻ പറഞ്ഞത് ശാസ്ത്രമാണെന്നായിരുന്നു ലോകത്തിന്റെ ധാരണ. ബൈബിള് പറയുന്നവർ ഇവര് ഇപ്പോഴും പഴയ അമ്മൂമ്മ കഥയും പറഞ്ഞു വരികയാണ്, നമ്മളൊക്കെ സഹോദരന്മാരാണെന്നൊക്കെ ഉള്ള ആ കിഴവി കഥയും പറഞ്ഞു വരികയാണെന്നും പറഞ്ഞ് ഇവരെ പരിഹസിക്കുകയാണ്. പരിഹസിച്ചിട്ട് ഇവര് ഈ ഡാർവിന്റെ ആശയത്തെ മുറുകെ പിടിക്കാൻ തുടങ്ങി. കേവലം ക്രൈസ്തവ വിശ്വാസികൾ പരിഹസിക്കപ്പെടുക മാത്രമേ ചെയ്തുള്ളായിരുന്നെങ്കിൽ അതൊരു വിഷയമുള്ളതായിരുന്നില്ല. കാരണം ക്രിസ്ത്യാനികൾ പരിഹാസം പണ്ട് മുതലേ ഏൽക്കുന്നതാണ്, അതൊന്നും കാര്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഈ സിദ്ധാന്തം, ഈ സാത്താന്യ ആശയം ലോകത്തിലെ സകല മനുഷ്യർക്കും ധാരാളം ദ്രോഹം ചെയ്യുകയുണ്ടായി. എല്ലാ മനുഷ്യർക്കും, 5 ഭൂഖണ്ഡങ്ങളിലുള്ള മനുഷ്യർക്കും ഈ സിദ്ധാന്തം, ഈ സാത്താന്യ ആശയം, പരിണാമം എന്ന് പറയുന്ന സാത്താന്യ ആശയം 5 ഭൂഖണ്ഡങ്ങളിലുള്ള മനുഷ്യർക്കും ദ്രോഹം ചെയ്യുകയുണ്ടായി. വംശീയ ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന ചാൾസ് ഡാർവിന്റെ ഈ സിദ്ധാന്തം അത് കേവലം പുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെടുക മാത്രമല്ല ഉണ്ടായത്, അത് പൊതുബോധത്തിന്റെ ഭാഗമായി മാറി. തങ്ങളാണ് ഹയർ അനിമൽസ്, അതായത് ഉയർന്ന മൃഗങ്ങൾ, പരിണാമത്തിന്റെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന മൃഗങ്ങൾ തങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ നാച്ചുറൽ സെലക്ഷനെ സഹായിക്കാൻ വേണ്ടി ലോവർ അനിമൽസ് എന്ന് പരിണാമവാദികൾ വ്യാഖ്യാനിച്ച മറ്റു മനുഷ്യവർഗത്തെ, അതായത് ബ്ലാക്കുകളായിരിക്കുന്ന, കറുത്ത വർഗ്ഗക്കാരായിരിക്കുന്നവരെ, തവിട്ട് നിറക്കാരായിരിക്കുന്ന
അല്ലെങ്കിൽ വെള്ളക്കാരല്ലാത്ത മറ്റു മനുഷ്യവർഗത്തെ ഇവർ കൊന്നൊടുക്കിയ നാണം കെട്ട ചരിത്രം അവർക്കുണ്ട്. ധാരാളം പേരെ, 1-2 പേരെ ഒന്നുമല്ല, ധാരാളം പേരെ ഇവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. മാഡിസൺ ഗ്രാൻഡ് എന്ന് പറയുന്ന പരിണാമവാദിയായ ഒരു അമേരിക്കക്കാരനുണ്ടായിരുന്നു. മാഡിസൺ ഗ്രാൻഡ് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കിട്ടും. ഈ മാഡിസൺ ഗ്രാൻഡ് ഇദ്ദേഹം ഒരു വക്കീലായിരുന്നു, എഴുത്തുകാരനായിരുന്നു, അദ്ദേഹം ഒരു സുവോളജിസ്റ്റൊക്കെ ആയിരുന്നു. പരിണാമ സിദ്ധാന്തത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മനുഷ്യനൊരു പുസ്തകം എഴുതി. ദ പാസിംഗ് ഓഫ് ദ ഗ്രേറ്റ് റേസ് എന്നാണ് അതിൻ്റെ പേര്. ദ പാസിംഗ് ഓഫ് ദ ഗ്രേറ്റ് റേസ്. ആ പുസ്തകത്തിൻ്റെ പൂർണ്ണമായ പേര് അതല്ല. പൂർണ്ണമായ പേര് ദ പാസിംഗ് ഓഫ് ദ ഗ്രേറ്റ് റേസ് ഓർ ദ റേഷ്യൽ ബേസിസ് ഓഫ് യൂറോപ്യൻ ഹിസ്റ്ററി എന്നാണ്. റേഷ്യൽ ബേസിസ് ഓഫ്, അതായത് ബേസിസ് ഓഫ് യൂറോപ്യൻ ഹിസ്റ്ററി, അതിൻ്റെ യൂറോപ്യൻ ചരിത്രത്തിൻ്റെ വംശീയ അടിസ്ഥാനം എന്താണെന്നുള്ളത്. അതാണ് ആ പുസ്തകത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. അപ്പോൾ യൂറോപ്പിലുള്ള പല വംശങ്ങളുടെയും ഉത്ഭവവും വ്യാപനവും എങ്ങനെ അത് ഉത്ഭവിച്ചു വന്നു, അത് എങ്ങനെ വ്യാപിച്ചു, ആ പ്രദേശങ്ങളിൽ എങ്ങനെയൊക്കെ വ്യാപിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പുസ്തകത്തിൽ ഇയാൾ വിശദീകരിക്കുന്നത്. ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത് അന്ധമായ സയൻറ്റിഫിക് റേസിസമാണ്, പക്ക സയൻറ്റിഫിക് റേസിസമാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ആ കാലഘട്ടത്തിൽ വെള്ളക്കാരുടെ ഇടയിൽ വളരെയധികം പ്രചാരം നേടിയ പുസ്തകമാണ്. കാരണം യൂറോപ്യൻ വംശീയതയെ ഈ പുസ്തകം അങ്ങേയറ്റം മഹത്വവൽക്കരിക്കുകയാണ്. പരിണാമ സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ പുള്ളി വ്യാഖ്യാനിച്ചിട്ട് യൂറോപ്യന്മാരാണ് ഹയർ അനിമൽസ് ഏറ്റവും മുകളിൽ, അതിൽ തന്നെയുള്ള ചില വംശജര്, നോർഡിക്കുകളെ പോലെയുള്ള പിന്നെ കൊക്കേഷ്യൻ വർഗ്ഗക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ചില വംശജര് അതിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നു. ആ വെള്ളക്കാരുടെ തന്നെ അവർ ടോപ്പിൽ നിൽക്കുന്നു എന്നൊക്കെ ഉള്ള നിലയിൽ എഴുതിയിട്ട് ഈ സാധനം ഭയങ്കരമായിട്ട് അത് പ്രചാരം നേടി. ഈ പുസ്തകത്തിൽ വളരെയധികം ആകൃഷ്ടനായ ഒരു വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ. ഈ അഡോൾഫ് ഹിറ്റ്ലർ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം ക്രിസ്ത്യാനികളുടെ തലയിൽ കൊണ്ടുവയ്ക്കാനാണ് നിരീശ്വരവാദികളും പരിണാമവാദികളും പിന്നെ മുസ്ലിങ്ങളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും മുസ്ലിങ്ങളുടെ അടുത്ത് ഇതിനെപ്പറ്റി കൊലപാതകങ്ങൾ, അവരുടെ മതക്കാർ ചെയ്ത കൊലപാതകങ്ങളെ പറ്റി പറയുമ്പോൾ അപ്പം തന്നെ കൊണ്ടുവരും, അഡോൾഫ് ഹിറ്റ്ലർ ക്രിസ്ത്യാനി ആയിരുന്നില്ലേ, എത്ര പേരെ കൊന്നു എന്നൊക്കെ ചോദിച്ച്. അയാൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒന്നല്ല, ക്രിസ്ത്യാനിയൊക്കെ അങ്ങനെ കൊല്ലാൻ വകുപ്പൊന്നുമില്ല. അയാൾ കൊല്ലാനുള്ള കാരണം ഈ സിദ്ധാന്തമാണ്, പരിണാമ സിദ്ധാന്തമാണ്. കാരണം ഈ പുസ്തകം, ഈ പറയുന്ന ദ പാസിംഗ് ഓഫ് ദ ഗ്രേറ്റ് റേസ് ഓർ ദ റേഷ്യൽ ബേസിസ് ഓഫ് യൂറോപ്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ യൂറോപ്യന്മാർ ലോകത്തിൽ ഏറ്റവും ഉന്നതരായിരിക്കുന്ന ഇത്, അതായത് ലോകത്തിൽ എന്ന് വെച്ചാൽ പരിണാമ ശ്രേണിയിൽ ഏറ്റവും ഉന്നതരായിരിക്കുന്നു. അതിൽ തന്നെ ഈ കൊക്കേഷ്യനും പിന്നെ നോർഡിക്കുകൾ ഇങ്ങനെയുള്ള ചിലർ അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്നു. ഹിറ്റ്ലർ എന്ത് ചെയ്തു? ഹിറ്റ്ലർ അത് ഈ ആര്യൻ റേസ് എന്ന് പറയുന്ന ഒന്നിന്, അതാണ് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ വംശമേധാവിത്വത്തിൽ അധിഷ്ഠിതമായ നാസി പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തിയെടുത്തത് ഈ പുസ്തകമാണ് അതിന് പ്രേരകമായി തീർന്നത്. ദി പാസിംഗ് ഓഫ് ദ ഗ്രേറ്റ് റേസ് എന്ന് പറയുന്ന പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകം വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇയാൾ ഈ നാസിസം എന്ന് പറയുന്ന ആ ചിന്താഗതി രൂപപ്പെടുത്തിയെടുക്കുന്നത്. ആര്യന്മാർ പരിണാമ പ്രക്രിയയുടെ ഏറ്റവും മുകളിലെത്തി, മറ്റുള്ള മനുഷ്യരെല്ലാം പരിണാമത്തിന്റെ താഴത്തെ തട്ടുകളിലാണ് ഇപ്പോഴും ഉള്ളതെന്ന് അയാൾ ചിന്തിച്ചു. 1930-കളിൽ ഈ ഹിറ്റ്ലർ മാഡിസൺ ഗ്രാൻഡിന് കത്തെഴുതുന്നുണ്ട്. ആ കത്തിനകത്ത് അഡോൾഫ് ഹിറ്റ്ലർ പറയാണ്, ദ പാസിംഗ് ഓഫ് ദ ഗ്രേറ്റ് റേസ് എന്ന പുസ്തകമാണ് എൻ്റെ ബൈബിൾ എന്ന്. അതായത് ഇപ്പോൾ ക്രിസ്ത്യാനികളായ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ബൈബിളുണ്ട്, ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്കുണ്ട്, അതിനെ പൂർണ്ണമായിട്ട് ഞങ്ങൾ അനുസരിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ ഈ ഡാർവിനെ സംബന്ധിച്ച് ഡാർവിൻ പറയുന്നത് എൻ്റെ ബൈബിൾ പാസിംഗ് ഓഫ് ദ ഗ്രേറ്റ് റേസ് എന്ന് പറയുന്ന പുസ്തകമാണ് എന്ന്. ആലോചിച്ച് നോക്കണം, ഈ ഒരു അത്യന്തം മാനവിക വിരുദ്ധമായ വംശീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിണാമം എന്ന് പറയുന്ന ഈ ഒരു തിയറി ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ സ്വാധീനം ചെലുത്തിയപ്പോൾ അയാൾ ഒരു ഐഡിയോളജി ഉണ്ടാക്കിയെടുക്കുകയാണ്. നാസിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി അയാൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അയാൾക്ക് ഉൾപ്പെടുന്ന ആ വംശമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ. ബാക്കിയുള്ള വംശജർ, വെള്ളക്കാർ പോലും, ബാക്കിയുള്ള വെള്ളക്കാർ, യൂറോപ്പിലെ മറ്റുള്ള വെള്ളക്കാർ പോലും അവരുടെ കീഴിലാണ്, ജർമ്മൻസിന്റെ കീഴിൽ, ആര്യന്മാരുടെ കീഴിലാണ് വരുന്നത് എന്നുള്ള നിലയിൽ ഒരു തിയറി ഇയാൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ പേരിൽ 2ാം ലോക മഹായുദ്ധം വരുന്നു. നമുക്കറിയാവുന്ന പോലെ 5 ഭൂഖണ്ഡങ്ങളിലുള്ള മനുഷ്യരെയും ബാധിച്ച ഒരു യുദ്ധമാണത്. ഒരു മനുഷ്യനും അത് ബാധിക്കാതിരുന്നിട്ടില്ല. ചിലർ നേരിട്ട് യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പലരും, പട്ടിണിയും ഇതൊക്കെ വന്നു. കാരണം പല കോളനികളിലും ഈ പട്ടാളക്കാർക്ക് വേണ്ടുന്നതായ സാധനങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തിന്നാൻ ഇതില്ല. പിന്നെ നമ്മൾ റേഷൻ കടകളൊക്കെ ഉണ്ടല്ലോ, ഈ റേഷൻ സമ്പ്രദായമൊക്കെ വരുന്നത് ആ കാലഘട്ടത്തിലാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ വന്നതാണത് സർക്കാർ. കാരണം ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന അരി മറ്റുമൊക്കെ
ഈ യുദ്ധമേഖലയിലേക്ക് പട്ടാളക്കാർക്ക് കൊടുത്തയക്കുകയാണ്, ഗോതമ്പായാലും അരിയായാലും ഇതൊക്കെ. നാട്ടുകാർക്ക് തിന്നാനില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മൊത്തം അങ്ങ് വിൽക്കാനൊന്നും പറ്റില്ല, റേഷനായിട്ട് ഓരോ വ്യക്തിക്ക് ഒരു വീട്ടിൽ ഇത്ര ആൾക്കാരുണ്ട്, അപ്പോൾ ഓരോരുത്തരും ഓരോ ദിവസത്തേക്കും ഇത്ര ഗ്ലാസ് അരി എന്നുള്ള നിലയിൽ ഒരാഴ്ചക്ക് ഇത്ര എന്ന് പറഞ്ഞ് റേഷൻ അവർ അന്ന് കൊടുക്കാൻ തുടങ്ങി. അതാണ് ഇന്നും നിലനിന്ന് പോരുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ മനുഷ്യരും ഇത് ബാധിക്കപ്പെട്ട ഒരു സംഭവമാണ്. അങ്ങനെ എന്തുകൊണ്ടത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സംഗതിയാണ്. ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്ന ഈ സാത്താന്യ ആശയം ഹിറ്റ്ലറിൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞപ്പോൾ അയാളൊരു അത്യന്തം മാനവ വിരുദ്ധമായ ഒരു ഐഡിയോളജി ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ചരിത്രമാണ് ഇതിനുള്ളത്. മെയിൻകാഫ് എന്ന് പറയുന്ന ഹിറ്റ്ലറുടെ ആത്മകഥയുണ്ട്. ഹിറ്റ്ലറുടെ ഈ ആത്മകഥയിൽ ഒരു ആഫ്രിക്കൻ വംശജൻ, അതായത് കറുത്തവർഗക്കാരനായ ഒരാൾ വക്കീലായി എന്ന് കേട്ടതിനെ കുറിച്ച് അയാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവനൊരു വക്കീലായി തീർന്നു എന്ന നാട്യം സ്വീകരിക്കുന്നത് വരെ ജന്മനാ ആൾക്കുരങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു ജീവിയെ ഒരു വക്കീലായി പരിശീലിപ്പിക്കുന്നത് ഭ്രാന്തമായതും കുറ്റകരമായതുമായ ഒരു പ്രവൃത്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ എഴുതിയിരിക്കുന്നത്. മെയിൻകാഫ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. ജെയിംസ് മർഫിയുടെ ട്രാൻസ്ലേഷൻ 1939 ഇറക്കിയ ട്രാൻസ്ലേഷൻ, ന്യൂയോർക്ക് ഫ്രെഡോണിക്കിയ ക്ലാസിക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ 401 പേജിലാണ് ഇത് നമ്മൾ കാണുന്നത്. അതായത് ഡാർവിൻ പറയാണ്, ജന്മന ആൾക്കുരങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു ജീവിയെ ഒരു വക്കീലായി പരിശീലിപ്പിക്കുന്നത് ഭ്രാന്തമായതും കുറ്റകരമായതുമായ ഒരു പ്രവൃത്തിയാണെന്ന്. ഇദ്ദേഹത്തെ ഒരു മനുഷ്യനായിട്ട് കാണുന്നില്ല. അദ്ദേഹം നിയമം പഠിച്ചൊരു വക്കീലായി തീർന്നു അംഗീകരിക്കുന്നുമില്ല ഇയാൾ ഹിറ്റ്ലർ. പറയുന്നത് എന്താണ്? ആൾക്കുരങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു ജീവിനെ വക്കീലായി പരിശീലിപ്പിച്ചെടുത്തു എന്ന്. അത് ഭ്രാന്തമായതും കുറ്റകരമായതുമായ പ്രവൃത്തിയാണെന്നാണ് ഹിറ്റ്ലർ പറയുന്നത്. എന്തുകൊണ്ട് അയാൾ അങ്ങനെ പറയാനിടയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിണാമമാണ്. പരിണാമ സിദ്ധാന്തത്തിൽ അയാൾ വിശ്വസിച്ചിരുന്നത് കൊണ്ട് ഈ കറുത്ത വർഗക്കാരനെ മനുഷ്യനായി കണ്ടില്ല. ആൾക്കുരങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു ജീവി എന്നും പരിണാമത്തിന്റെ ആ മുകളിലേക്ക് വന്ന് പൂർണ്ണ മനുഷ്യനായി തീർന്നിട്ടില്ലാത്തൊരു ജീവി എന്നുള്ള നിലയിലാണ് കണ്ടത് ഹിറ്റ്ലർ കണ്ടത്. ഹിറ്റ്ലറുടെ നിറത്തിൽ നിന്നും രൂപത്തിൽ നിന്നും വ്യത്യാസം ഉണ്ടായത് കൊണ്ട് മാത്രം മറ്റൊരു മനുഷ്യനെ വെറും ആൾക്കുരങ്ങ് എന്ന് വിളിക്കത്തക്ക നിലയിലേക്ക് ഹിറ്റ്ലറെ അധപ്പതിപ്പിച്ചത് ഡാർവിന്റെ ഈ സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിനുണ്ടായിരുന്ന ശാസ്ത്രീയ ലേബലാണ്. ശാസ്ത്രീയമായിട്ടുള്ള ഒരു പിൻബലവും അതിനില്ല. ശാസ്ത്രീയമായിട്ടുള്ള നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായി എതിരാണ്, ശാസ്ത്രത്തിന് പൂർണ്ണമായി എതിരായ ഒരു സിദ്ധാന്തമാണത്. പക്ഷെ ശാസ്ത്രത്തിന്റെ ലേബലിൽ അത് വന്നതുകൊണ്ട് എല്ലാവരുടെ അടുക്കലും അതിനൊരു സ്വീകാര്യത ലഭിച്ചു. ആ സ്വീകാര്യത കൊണ്ടാണ് ഈ ഹിറ്റ്ലർ ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചത്, ഒരു കറുത്ത വർഗക്കാരനെ വെറും ആൾക്കുരങ്ങ് വർഗത്തിൽപ്പെട്ട ജീവി എന്നങ്ങ് എഴുതി വെച്ചത്. ഈ സയന്റിഫിക് റേസിസത്തിന്റെ ശക്തനായ വക്താവായിരുന്നു സർ ആർതർ കീത്ത്. ആർതർ കീത്ത് പരിണാമവാദിയാണ്. അദ്ദേഹം സയന്റിഫിക് റേസിസത്തിനെ അനുകൂലിക്കുന്ന ആളുമാണ്. ഇദ്ദേഹം ആർതർ കീത്തിന്റെ എവല്യൂഷൻ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, 1947 ഇറക്കിയത്. എവല്യൂഷൻ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ആർതർ കീത്ത് അതിന്റെ 14 പേജിൽ ആർതർ കീത്ത് പറയുന്നത്, ഹിറ്റ്ലർ ഒത്തുതീർപ്പിന് തയ്യാറല്ലാത്ത ഒരു പരിണാമവാദി ആയിരുന്നതിനാൽ, അതായത് കോംപ്രമൈസിങ് എവല്യൂഷനിസ്റ്റ് ആയിരുന്നില്ല ഹിറ്റ്ലർ, ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലാത്ത ഒരു പരിണാമവാദിയായിരുന്നു. പരിണാമത്തിൽ അയാൾ പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിച്ചു. ആ സിദ്ധാന്തം അനുസരിച്ച് തന്നെ പ്രവർത്തിച്ചു. അതിനെതിരായിട്ട് ഒരു ഒത്തുതീർപ്പിന് അയാൾ തയ്യാറായില്ല. അതാണ് പറയുന്നത്. ഹിറ്റ്ലർ ഒത്തുതീർപ്പിന് തയ്യാറല്ലാത്ത ഒരു പരിണാമവാദി ആയിരുന്നതിനാൽ നാം അദ്ദേഹത്തിന്റെ യാതൊരു നിയന്ത്രണവുമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് പരിണാമപരമായ ഒരു വിശദീകരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സർ ആർതർ കീത്ത്, എവല്യൂഷൻ ആൻഡ് എത്തിക്സ്, പേജ് 14. ഹിറ്റ്ലറുടെ ഈ പ്രവൃത്തികൾക്ക് പരിണാമപരമായൊരു വിശദീകരണം, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. ഇപ്പൊ ബലാത്സംഗത്തിന്റെ പരിണാമ ന്യായീകരണം നിങ്ങൾ അറിയാൻ തോന്നുന്നു. അറിയില്ലെങ്കിൽ അതായത് നമുക്ക് വേറൊരു ചർച്ച നടത്താം. അത് ബലാത്സംഗം പരിണാമപരമായിട്ട് അത് തെറ്റേ അല്ല എന്നും പറഞ്ഞുകൊണ്ട് യുക്തിയുഗം മാസികയിലൊക്കെ ആൾക്കാർ തന്നെ എഴുതിയിട്ടുണ്ട്. ബലാത്സംഗം എന്തുകൊണ്ട് ആവശ്യകതയായിട്ട് മാറുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കാരണം പരിണാമ സിദ്ധാന്തം അനുസരിച്ച് അവർക്കതിന് അങ്ങനെ ന്യായീകരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ന്യായീകരിക്കാനേ പറ്റുള്ളൂ, തെറ്റായിട്ട് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ഹിറ്റ്ലറുടെ ഈ പ്രവൃത്തികൾ, ഇതിന് നമ്മളൊരു ന്യായീകരണം, പരിണാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശദീകരണം കണ്ടെത്തണം എന്നാണ് ആർതർ കീത്ത് പറയുന്നത്. ഈ പരിണാമ സിദ്ധാന്തം വന്നതിന് ശേഷമാണ് പാശ്ചാത്യ നാടുകളിൽ വംശീയ മേൽക്കോയ്മ ചിന്താഗതിക്ക് താത്വികവും ശാസ്ത്രീയവുമായ അടിത്തറ ഉണ്ടായത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞതാണ്, ആവർത്തിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിദ്ധാന്തം അത്രമാത്രം മനുഷ്യരാശിക്ക് ദോഷം ചെയ്തിട്ടുള്ള ഒന്നായതുകൊണ്ടാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം.
കറുത്ത വർഗ്ഗക്കാർ പൂർണ്ണമായും പരിണമിച്ചവരല്ലാത്തത് കൊണ്ട് അവരെ മനുഷ്യരായി കാണേണ്ടതില്ല എന്ന ഡാർവീനിയൻ ചിന്താഗതി ശക്തി പ്രാപിച്ചതോടെ കറുത്ത വർഗ്ഗക്കാരെ പരീക്ഷണ വസ്തുക്കളാക്കാൻ വേണ്ടി പല പരിണാമ മതക്കാരും ആഫ്രിക്കയിലെ ഓസ്ട്രേലിയയിലൊക്കെ പോവുകയുണ്ടായി. നമ്മൾ ഈ നാസികളുടെ ചരിത്രം നോക്കിയാൽ തന്നെ അറിയാം. നാസികൾ അവരും മറ്റ് ഉള്ളവരെ, ജിപ്സികളെ, നീഗ്രോസ്, കറുത്ത വർഗ്ഗക്കാരെ, പിന്നെ ജ്യൂസിനെ, ഇവരെയൊക്കെ പിടിച്ച് പലവിധമായ പരീക്ഷണങ്ങൾ അവരുടെ ശരീരത്തിൽ നടത്തിയിരുന്നു. അതായത് ഇന്ന് നമ്മൾ മനുഷ്യർ ഗിനിപ്പന്നികളിലൊക്കെ പരീക്ഷണം നടത്തുമല്ലോ. കാരണം അത് മനുഷ്യനല്ല, മൃഗമാണ്. മൃഗങ്ങളിൽ പരീക്ഷണം നടത്താം. ആ ഒരു ലെവലിൽ ഇവന്മാർ നാസികൾ ചെയ്തിരുന്നതാണ്. അവര് ജൂതന്മാരായിരിക്കുന്നവരെ, കറുത്ത വർഗ്ഗക്കാർ, ജിപ്സികൾ, അങ്ങനെയുള്ളവരെയൊക്കെ, ഈ നാടോടികളായിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ച് തടങ്കലിലടച്ചിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഇവരുടെ ശരീരത്തിൽ ധാരാളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പരീക്ഷണ മൃഗങ്ങൾ. അവർക്ക് അതിൻ്റെ ഒരു മനസാക്ഷി കുത്തും തോന്നിയിരുന്നില്ല. കാരണം അവരുടെ കണ്ണിൽ എന്താണ്, ഇവർ മനുഷ്യരല്ല. ഇപ്പോൾ ഒരു മനുഷ്യനോട് ചെയ്യുന്ന ദ്രോഹത്തിലല്ലേ മനസാക്ഷിയുള്ളൊരു ആൾക്കൊരു ദുഃഖം വരിക. ഒരു മൃഗത്തെ ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് തിന്നാൻ വേണ്ടി കൊല്ലുന്നു, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ മേൽ പരീക്ഷണം നടത്തുന്നു. പരീക്ഷണം നടത്തുന്ന ഡോക്ടർമാർക്ക് ആർക്കും ഒരു മനസാക്ഷി കുത്തുമില്ല ഗിനിപ്പന്നികളുടെ മേൽ പരീക്ഷണം നടത്തുന്നതിൽ. കാരണം എന്താണ്, മനുഷ്യവംശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. അത് പല മരുന്നുകളും പലതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ ചിന്തിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. അവരെ സംബന്ധിച്ച് ഒരു മനസാക്ഷി കൂത്തില്ല. അതേ മെന്റാലിറ്റിയാണ് ഈ നാസികൾക്ക് ഉണ്ടായിരുന്നത് മനുഷ്യരോട് ചെയ്യുമ്പോൾ. കാരണം അവരുടെ ചിന്താഗതി, ഞങ്ങൾ ഉയർന്നവരാണ്, ഞങ്ങൾ പരിണാമത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലെത്തി, ഞങ്ങളാണ് പൂർണ്ണ മനുഷ്യർ, മറ്റുള്ളവരൊക്കെ ഇപ്പോഴും പരിണമിച്ച് വന്നിട്ടില്ല എന്നുള്ള ചിന്താഗതിയിലാണ്. ഇതേപോലെ തന്നെ ഈ ഓസ്ട്രേലിയയിലേക്കൊക്കെ ഇവർ പോയത്, ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് ധാരാളം ആളുകളെ അവിടെ പിടിച്ചെടുക്കുകയുണ്ടായിരുന്നു. പിടിക്കുകയും കൊല്ലുകയും അവരുടെ തലയോട്ടിയൊക്കെ പരീക്ഷണത്തിലൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അതിൽ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച ഒരു ആളെന്ന് പറഞ്ഞ ഒരു പുരുഷനല്ല, അതൊരു സ്ത്രീയാണ്. അമേലിയ ഡീട്രിച്ച് എന്നാണ് അവരുടെ പേര്. അമേലിയ ഡീട്രിച്ച്. അവര് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏഞ്ചൽ ഓഫ് ബ്ലാക്ക് ഡെത്ത് എന്നാണ്, കറുത്ത മരണത്തിന്റെ മാലാഖ എന്നറിയപ്പെടുന്നു. ഈ അമേലിയ ഡീട്രിച്ച് ഓസ്ട്രേലിയയിലേക്ക് ചെന്നു. ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് അവിടുത്തെ ആദിമ നിവാസികളുടെ ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കം 45 ആളുകളെ കെണിയിൽപ്പെടുത്തി ഇവർ പിടികൂടി. 45 ആൾക്കാരെ കെണി വെച്ച് പിടിച്ചു, ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരെയും. എന്നിട്ട് ഇവരുടെ കയ്യിൽ കിട്ടിയ ഈ ആളുകൾ, മനുഷ്യരുണ്ടല്ലോ, അവരെ മനുഷ്യരായിട്ടല്ല കാണുന്നത്, ജീവികളായിട്ടാണ്. അപ്പൊ ഈ ജീവികള് പരിണാമത്തിന്റെ ഏത് പടിയിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി, ആ പരിണാമത്തിന്റെ ഓരോരോ സ്റ്റെപ്പുകളുണ്ടല്ലോ, അപ്പൊ അതിൽ ഏത് സ്റ്റെപ്പിലാണ് ഇവർ നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി, അതായത് മിസ്സിംഗ് ലിങ്ക് എന്നുള്ള കൺസെപ്റ്റിൽ അവർ പോകുന്നത്, മിസ്സിംഗ് ലിങ്കിനെ കണ്ടെത്താൻ വേണ്ടി. അപ്പൊ ഇത് ഏത് മിസ്സിംഗ് ലിങ്ക് ആണ്, ഏത് സ്റ്റെപ്പിലാണ് ഉള്ള ആൾക്കാരാണ് എന്ന് അറിയാൻ വേണ്ടി ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ 45 പേരെ കൊന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 45 പേരെ ഇവർ കൊന്നു. എന്നിട്ട് തലകളൊക്കെ വെട്ടിയെടുത്തു, കുട്ടകങ്ങളിലിട്ട് പുഴുങ്ങി ആ മാംസമൊക്കെ നീക്കി, തല ഒക്കെ അതിനകത്തിട്ടിട്ട് പുഴുങ്ങി അതിനകത്തുള്ള മാംസങ്ങളൊക്കെ നീക്കി വെറും തലയോട് മാത്രമാക്കിയെടുത്തു. എന്നിട്ട് അങ്ങനെ ആ തലയോട്ടുകൾ, അപ്പോൾ 45 തലയോട്ടി അവർക്ക് കിട്ടി. സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷന്മാരെ അടക്കം 45 തലയോട്ടി. ആ 45 തലയോട്ടികളിൽ നിന്ന് ഇവർക്ക് ഏറ്റവും മികച്ച, പരിണാമത്തിന് അനുകൂലമായിട്ട് ഇവർ കണ്ട ഏറ്റവും മികച്ച 10 സാമ്പിളുകൾ മാത്രം എടുത്തു. അതായത് 10 തലയോട്ടികൾ മാത്രം എടുത്തു. ബാക്കി 35 തലയോട്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് ഇവർ ജർമ്മനിയിലേക്ക് പോയി. തിരിച്ചുപോയി, അവരും സംഘവും ജർമ്മനിയിലേക്ക് പോയി. ഇവരുടെ അടുത്ത് നിന്ന് ഒരു തലയോട്ടി കിട്ടാൻ വേണ്ടി ഡാർവിൻ ഒരു കത്തെഴുതിയതായിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു ആധികാരിക ഇത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാത്തത്. കാരണം പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ ഇടക്കണ്ണികളെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ഒരു തലയോട്ടി അവരിൽ നിന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു പറഞ്ഞ് ഡാർവിൻ എഴുതിയതായിട്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. എന്തായാലും ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇവർ ആ 10 സാമ്പിൾ എടുത്ത് ഇവരങ്ങോട്ട് പോയി. ആ സ്ഥലത്ത്, അവിടെ ന്യൂ സൗത്ത് വെയിൽസിൽ ഒരു മിഷണറി താമസിക്കുന്നുണ്ടായിരുന്നു, ക്രിസ്ത്യൻ മിഷണറി. ഈ ക്രിസ്ത്യൻ മിഷണറി അവിടെ ചെന്ന് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഈ മനുഷ്യൻ ആഴ്ചയിൽ ഒരിക്കൽ അവിടെ ചെല്ലും, സുവിശേഷം പറയും, തിരിച്ചു പോരും. അടുത്ത ആഴ്ച ഈ മനുഷ്യൻ സുവിശേഷം പറയാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഗ്രാമം നശിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. തലയില്ലാത്ത 45 കബന്ധങ്ങൾ അവിടെ കിടക്കുന്നു. തലയില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ 35 തലയോട് കിട്ടി, ബാക്കി 10 തലയോടും ഇല്ല. ഈ മിഷണറി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു. പോലീസുകാർ വന്ന് അന്വേഷിച്ച്, അങ്ങനെയൊക്കെയാണ് ഈ വാർത്ത പുറം ലോകത്ത് അറിയുന്നത്. അപ്പോഴേക്കും അമേലിയ ഡീട്രിച്ച് സംഘവും ജർമ്മനിയിൽ എത്തിയിരുന്നു. അതുകൊണ്ട് അവരെ തൊടാനൊന്നും പറ്റിയില്ല. അപ്പോൾ നിങ്ങളത് ചിന്തിച്ച് നോക്കണേ,
ക്രിസ്ത്യാനികൾ ഈ ആദിമനിവാസികളുടെ അടുക്കലേക്ക് പോയത് അവർ മനുഷ്യരാണ്, അവരോട് സുവിശേഷം അറിയിക്കണം, യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സന്ദേശം അവരെ അറിയിക്കണം എന്നുള്ള ചിന്തയിലാണ്. അതായത് ക്രൈസ്തവരും ആദിവാസികളുടെ ഇടയിലേക്ക് പോയിട്ടുണ്ട്, കാട്ടിനകത്തേക്ക് ഇങ്ങനെയുള്ളവരെ തേടി പോയിട്ടുണ്ട്, ഇവരും തേടി പോയിട്ടുണ്ട്, പരിണാമവാദികളും കാട്ടിനകത്തേക്ക് പോയിട്ടുണ്ട്. ഇവരൊക്കെ കളിയാക്കാറുണ്ടല്ലോ, കാട്ടിനകത്ത് പോയിട്ട് ആദിവാസികളെ പോലും മതം മാറ്റുന്നു പറഞ്ഞ് ഇവർ പരിഹസിക്കാറുണ്ട്. പരിഹസിക്കാൻ നടക്കുമ്പോൾ അവരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, അവരുടെ പൂർവികരും ഇതേപോലെ കാട്ടിനകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ക്രൈസ്തവർ അവിടെ ചെന്ന് അവരോട് സുവിശേഷമൊക്കെ അറിയിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പോയപ്പോൾ പരിണാമവാദികൾ ഈ ആദിമനിവാസികളുടെ അടുക്കിലേക്ക് പോയത് അവരെ കൊല്ലാനും അവരുടെ തലയോട്ടികൾ എടുത്ത് ആൾക്കുരങ്ങുകളുടെ തലയോട്ടിയുമായി എത്രത്തോളം സാമ്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഇവന്മാരങ്ങോട്ട് പോയത്. രണ്ടു കൂട്ടരുടെയും കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള അന്തരം നിങ്ങളൊന്ന് നോക്കണം. ക്രിസ്ത്യാനികൾ ഇവരെ തികച്ചും മനുഷ്യരായി കണ്ടു, തങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരായി കണ്ടു. അവരുടെ ആത്മാക്കൾക്ക് വിലയുണ്ടെന്നറിഞ്ഞ് ആ ആത്മാക്കളുടെ രക്ഷകനായ ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി അവരങ്ങോട്ട് പോയി. അവിടെ ചെന്ന് അവർ കഷ്ടവും ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിച്ച് അവരുടെ ഇടയിൽ താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരുണ്ട്. ചിലർ അവരുടെ ഇടയിൽ താമസിച്ചില്ല, അത് ഒറ്റടിക്ക് ഓടി ചെല്ലുന്ന സമയത്ത് തന്നെ താമസിക്കാൻ അവർ അനുവദിക്കുകയൊന്നുമില്ല. അവർക്ക് വർഷങ്ങളോടുള്ള ഒരു ബന്ധം വരണം, അവർക്ക് തന്നെ വിശ്വാസം വരണം, എന്നാലേ ഒരു ഗ്രാമത്തിനകത്ത് താമസിക്കാൻ അനുവദിക്കുകയുള്ളൂ. ഇപ്പം എനിക്കറിയാവുന്ന എനിക്ക് നല്ല പരിചയമുള്ളൊരു സഹോദരൻ ആദിവാസികളിൽ ഇതേപോലെ ഒരു 12 മണിക്കൂറോളം നടക്കണം, ബസ് ഇറങ്ങിയിട്ട് അത്രയും നടന്നു കഴിഞ്ഞാലേ കാട്ടിലെത്തുള്ളൂ. അത്രയും ദൂരത്തിൽ ഉള്ളിൽ പോയി പ്രവർത്തിക്കുന്നുണ്ട്. ആ മനുഷ്യൻ വർഷങ്ങളോളം അവരുടെ അടുത്ത് ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതിനകത്ത് താമസിക്കാൻ അവർ അനുവദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ കേസിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ മിഷണറി അവിടെ താമസിച്ചിരുന്നെങ്കിൽ അവർ കൊല്ലപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ ഈ രണ്ടു കൂട്ടരും പോയതിൻ്റെ ഇതൊന്ന് ആലോചിച്ച് നോക്കണം. ക്രിസ്ത്യാനികൾ പോയത് അവരെ മനുഷ്യരായി കണ്ട് അവരോട് സുവിശേഷം അറിയിക്കാനാണെങ്കിൽ, നിരീശ്വരവാദികൾ പോയത് അവരെ മൃഗങ്ങളായി കണ്ട് പരീക്ഷണ വസ്തുക്കളായി അവരെ പിടിച്ചെടുക്കാൻ വേണ്ടി അവരെ കൊന്ന് അവരുടെ തലയോട്ടിയൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കാൻ വേണ്ടിയാണ്. ആ ചരിത്രം, ആ നാണം കെട്ട ആ ചരിത്രമുള്ളവന്മാരാണ് നമ്മുടെ നേരെ കുതിര കയറാൻ വരുന്നത്, നമ്മുടെ നെഞ്ചത്ത് കയറാൻ വരുന്നത്. ഇന്നത്തെ ഈ IQ ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്കറിയാവുന്ന ഇതാണല്ലോ, ഓരോരുത്തരുടെ IQ ഒക്കെ പരിശോധിക്കുന്നത്. ഈ IQ ടെസ്റ്റുകളൊക്കെ രംഗത്ത് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നത് ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ എന്ന് പറയുന്ന വേറൊന്നാണ്. അപ്പോൾ ഈ ഇൻ്റലിജൻസ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ പരിണാമവാദികളാണ് അത് കൊണ്ടുവരുന്നത്. സയൻറ്റിഫിക് റിസർച്ചിനുള്ള ശാസ്ത്രീയ അടിത്തറയായിട്ടാണ് പരിണാമവാദക്കാർ ഈ ടെസ്റ്റ് റിസൾട്ടുകളെ ഉപയോഗിച്ചിരുന്നത്. അതായത് ഇന്ന് നമ്മളിപ്പോൾ IQ അളക്കുന്നു. IQ അളക്കുമ്പോൾ ഒരു കറുത്ത വർഗ്ഗക്കാരൻ്റെ IQ വളരെ താഴ്ന്നതാണ്, വെളുത്ത വർഗ്ഗക്കാരൻ്റെ IQ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് നമ്മളാരും പറയില്ല കറുത്ത വർഗ്ഗക്കാരൻ മനുഷ്യനല്ല. പക്ഷേ ഇവരത് മനുഷ്യനാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇൻ്റലിജൻസ് ടെസ്റ്റുകളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആ തുടക്കത്തിൽ തന്നെ അന്നത്തെ ഈ ഇൻ്റലിജൻസ് ടെസ്റ്റുകളുടെ ഫലങ്ങളിൽ യൂറോപ്പിലെ തന്നെയുള്ള ജനങ്ങളിലെ ഈ ബുദ്ധിപരമായിട്ടുള്ള വ്യത്യാസം അവർ അന്ന് മനസ്സിലാക്കിയപ്പോൾ, അതായത് തെക്കൻ യൂറോപ്പിലും കിഴക്കൻ യൂറോപ്പിലും ഉണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ, അവർ ഈ വടക്കൻ യൂറോപ്പിൽ ഉണ്ടായിരുന്നവരെക്കാളും ബുദ്ധിപരമായി താഴ്ന്നവരാണ്. IQ കുറവാണ് ഇവരെക്കാളും, ഇൻ്റലിജൻസ് ടെസ്റ്റിൽ അവർ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതുമാത്രമല്ല, അവർക്ക് സ്വയംഭരണത്തിന് യോഗ്യതയില്ല എന്നുള്ള നിലയിൽ ഇവരെത്തുകയും ചെയ്തു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനൊരു വിശദീകരണം വേണ്ടേ? പരിണാമ ശാസ്ത്രജ്ഞന്മാർ അപ്പോൾ തന്നെ വിശദീകരണമായിട്ട് വന്നു. അവർ പറയുന്നത് ഈ വടക്കൻ യൂറോപ്പിലുള്ള നോർഡിക് വംശജർ അവർ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാണ്, നിശ്ചയദാർഢ്യമുള്ളവരാണ്, ബുദ്ധിശക്തിയുള്ളവരാണ്, കഴിവുകളുള്ളവരാണ്. അതുകൊണ്ട് മറ്റു വംശങ്ങളെ ഭരിക്കാനുള്ള ജനിതക സ്വഭാവം അവരുടെ ഉള്ളിൽ അന്തർലീനമായിട്ടുണ്ട്, ജനിതകപരമായിട്ട് അവർ ജന്മനാ തന്നെ അത് ലഭിച്ചിട്ടുണ്ട് അവർക്കെന്നാണ് പറഞ്ഞത്. അവർ ഈ ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ ഇവനേക്കാളും ബുദ്ധി മറ്റവർ കുറഞ്ഞു പോയി എന്നുള്ളതുകൊണ്ട് ഇവരാണ് ഏറ്റവും ഉന്നതരെന്നുള്ള നിലയിലേക്ക് വടക്കൻ യൂറോപ്പിലുണ്ടായിരുന്ന ആ നോർഡിക്കുകൾ ഏറ്റവും വലിയ സംഭവമാണെന്നുള്ള നിലയിലാണ് അന്ന് ഇവർ വിശദീകരണം കൊടുത്തത് തന്നെ. ഇതൊക്കെയാണ് ഡാർവിനെയൊക്കെ സ്വാധീനിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഞങ്ങളൊക്കെ ഭരിക്കാൻ വേണ്ടി തന്നെ ജന്മനാ തന്നെ ഞങ്ങൾ ഭരിക്കാൻ വേണ്ടി ഇതുള്ളതാണ്, ജനിതക സ്വഭാവം ഞങ്ങളിലുണ്ട്, മറ്റു വംശക്കാരെയൊക്കെ ഭരിക്കാനുള്ള ജനിതക സ്വഭാവം ഞങ്ങളിലുണ്ട് എന്നൊക്കെയുള്ള ചിന്ത ഇയാൾക്ക് വന്നത് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ വേറൊരെണ്ണം, അമേരിക്കയിലുണ്ടായിരുന്ന ഒരു ഹെൻറി ഫയർഫീൽഡ് ഓസ്ബോൺ എന്ന് പറയുന്ന പരിണാമവാദിയുണ്ട്. ഇയാൾ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ, അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ ക്യൂറേറ്ററാണ് അവിടുത്തെ. ഇയാളുടെ ഒരു പ്രസ്താവനയുണ്ട്, ഇയാൾ പരിണാമവാദിയാണ്. ഇയാളുടെ ആ പ്രസ്താവന, പ്രായപൂർത്തിയായ ഒരു ശരാശരി നീഗ്രോയുടെ ബുദ്ധി 11 വയസ്സുള്ള ഒരു മനുഷ്യക്കുട്ടിയുടെ ബുദ്ധിക്ക് തുല്യമാണെന്നാണ് ഇയാൾ പറഞ്ഞത്. ഈ നീഗ്രോ എന്നുള്ള വാക്ക് എൻ്റെ അല്ല, അന്നത്തെ കാലത്ത് നീഗ്രോ എന്നുള്ള വാക്ക് സർവ്വസാധാരണമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇന്നത് ഇല്ല, ഇന്ന് ബ്ലാക്ക് എന്നുള്ള വാക്കാണല്ലോ ഉപയോഗിക്കുന്നത്.
അന്നത് ഉപയോഗിച്ചിരുന്നുകൊണ്ട് ഇയാൾ പറയാണ്, പ്രായപൂർത്തിയായ ഒരു ശരാശരി നീഗ്രോയുടെ ബുദ്ധി 11 വയസ്സുള്ള ഒരു മനുഷ്യക്കുട്ടിയുടെ ബുദ്ധിക്ക് തുല്യമാണ്. എന്ന് വെച്ചാൽ ഈ 11 വയസ്സുള്ള മനുഷ്യക്കുട്ടി എന്ന് പറയുമ്പോൾ മറ്റേ ആളെ, കറുത്ത വർഗ്ഗക്കാരനെ ഇയാൾ മനുഷ്യനായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ പറയേണ്ടത് 11 വയസ്സുള്ള ഒരു വെള്ളക്കാരൻ കുട്ടിക്ക് തുല്യമാണെന്ന് പറഞ്ഞാൽ ഓക്കെ, കറുത്ത വർഗ്ഗക്കാരനെ മനുഷ്യനായിട്ട് കാണുന്നു, ഇവിടെ വെള്ളക്കാരൻ കുട്ടീനെ മനുഷ്യനായിട്ട് കാണുന്നു, രണ്ടുപേരെ. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. വെള്ളക്കാരൻ കുട്ടിയെ വിശേഷിപ്പിക്കുന്നത് 11 വയസ്സുള്ള മനുഷ്യക്കുട്ടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇത് മനുഷ്യക്കുട്ടിയും മറ്റേത് മനുഷ്യനല്ല. പ്രായപൂർത്തിയായ ശരാശരി നീഗ്രോയുടെ ബുദ്ധി 11 വയസ്സുള്ള മനുഷ്യക്കുട്ടിയുടെ ബുദ്ധിക്ക് തുല്യമാണെന്നാണ് ഈ ഹെൻറി ഫെയർഫീൽഡ് ഓസ്ബോൺ പറഞ്ഞത്. ഇയാൾ 1935 മരിച്ചുപോയി. അപ്പൊ അതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അക്കാലത്ത് നീഗ്രോ എന്നുള്ള വിളി അത് സാധാരണ ഒരു ഇതായിരുന്നല്ലോ. അന്ന് മാത്രമല്ല കേട്ടാ, ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിലും ഇങ്ങനെ വിശ്വസിക്കുന്ന പരിണാമവാദികളുണ്ട്. വെറും സാധാരണക്കാരല്ല, അതിപ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാർ തന്നെ ഇത് വിശ്വസിക്കുന്നവരുണ്ട്. നോബൽ സമ്മാനം നേടിയ എന്താണ് ജനറ്റിക്കില് നോബൽ സമ്മാനം നേടിയിട്ടുള്ള ജെയിംസ് വാട്സൺ ഉണ്ട്. ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ 2007 ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നു. കറുത്ത വർഗ്ഗക്കാര് വെളുത്ത വർഗ്ഗക്കാരെ അപേക്ഷിച്ച് ഇൻഫീരിയർ ആണ്, ബുദ്ധിയുടെ കാര്യത്തിലൊക്കെ അവർ ഇൻഫീരിയർ ആണ് എന്ന് അയാൾ പറയുകയുണ്ടായി. അത് അപ്പോൾ മാത്രമല്ല, അയാൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഒരു റിമാർക്കാണ് അയാളുടെ ജീവിതത്തിൽ ഈ ഒരു സംഗതി. ഈ മെന്റാലിറ്റിയിൽ നിന്ന് അയാൾ കരകയറിയതേ ഇല്ല. പിന്നെ ഇപ്പോഴും പല ആളുകളും ഇത് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇരുന്ന് കുറേ നേരം ഞാൻ നെറ്റി പറയുന്നത് നോക്കി. ഇന്ന് ഈ റീസെന്റ് ഇങ്ങനെയുള്ളത് റീസെന്റ് ഇത് തന്നെ നിയോ നാസിസോ ഒക്കെ ഇപ്പോൾ ഇതായിട്ട് വരുന്നുണ്ട്. നാസിസോ ഒക്കെ തകർന്ന് ജർമ്മനിയിൽ അത്ര ഇതായിട്ട് പൊന്തുന്നില്ല. കാരണം നാസിസമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചിന്താഗതി വരികയാണെങ്കിൽ ജർമ്മൻ സർക്കാർ ശക്തമായിട്ട് അടിച്ചമർത്തുന്നുണ്ട്. അതുകൊണ്ട് ജർമ്മനിക്ക് പുറത്താണ് നിയോനാസിസം അധികവും വരുന്നത്. ഈ നിയോനാസിസത്തിന്റെ ആളുകളെല്ലാം പരിണാമ സിദ്ധാന്തത്തിനെയാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഞങ്ങൾ ഉയർന്നവരാണെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ അങ്ങനെയുള്ള സംഗതികൾ. അപ്പോൾ അതിൽ ഏതാണ് ഒരാൾ, അയാളുടെ പേര് ഞാൻ എഴുതി വെച്ചില്ല, സോറി. അയാൾ ഇവരുടെ ഈ നിയോനാസിസത്തിന്റെ ആ കൂട്ടത്തിൻ്റെ അടുത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ അയാൾ പറയുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, കറുത്ത വർഗ്ഗക്കാർക്ക് രാഷ്ട്രീയ സമത്വം നൽകുന്നതിന് അവരെ പ്രേരിപ്പിച്ച് ചെയ്തത് ജൂതന്മാരാണ്. ജൂതവിരോധമാണല്ലോ ഇവരുടെ മെയിൻ. അപ്പോൾ നിയോനാസിസത്തിൽ ഇയാൾ പ്രസംഗിച്ചത് പറഞ്ഞാണ്, ഈ കറുത്ത വർഗ്ഗക്കാർക്ക് രാഷ്ട്രീയ സമത്വം നൽകി അവർക്ക് വോട്ടവകാശം വാങ്ങിക്കൊടുക്കുകയും അവരെ ഭരണത്തിന്റെ ഇതിലേക്ക് കൊണ്ടുവന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ചത് ജൂതന്മാരാണ്. അത് വെളുത്ത വർഗ്ഗക്കാരെ ദുർബലപ്പെടുത്താനുള്ള ജൂതന്മാരുടെ ഗൂഢാലോചനയാണ് അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുള്ളി പ്രസംഗിച്ചത് ഞാൻ ഇന്ന് വായിച്ചിരുന്നു. ഞാൻ ആ പുള്ളിയുടെ പേര്, അയാളൊരു ശാസ്ത്രജ്ഞനൊക്കെയാണ്, ജീവശാസ്ത്രജ്ഞനാണ്, അയാൾ ബയോളജിസ്റ്റൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ചിന്താഗതി ശക്തമായിട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളക്കാരല്ലാത്ത കറുത്ത വർഗ്ഗക്കാരോ അല്ലെങ്കിൽ ഏഷ്യക്കാരൊക്കെ ആയിരിക്കും നമ്മളെയൊക്കെ പൂർണ്ണമായും പരിണമിച്ചിട്ടില്ലാത്ത മനുഷ്യരായി, അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് ഉയർന്നതും മനുഷ്യരിൽ നിന്ന് താഴ്ന്നതുമായ, ഹോമോസാപ്പിയൻസിൽ നിന്ന് താഴ്ന്നതുമായ ഒരു വർഗമായി പരിണാമവാദക്കാരുടെ പ്രചരണം മൂലം യൂറോപ്പിലുള്ളവരൊക്കെ വിശ്വസിച്ചതിന്റെ അനന്തരഫലം എന്താണെന്ന് അറിയണം. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഹ്യൂമൻ സൂകൾ ഉണ്ടായിരുന്നു. ഹ്യൂമൻ സൂ അത് മൃഗശാല. നമ്മളൊക്കെ ഇന്ന് മൃഗശാലയിൽ കയറി കൂട്ടിനകത്തിട്ടിരിക്കുന്ന മൃഗങ്ങളെ കാണാറുണ്ടല്ലോ, ഇടയ്ക്കൊക്കെ നമ്മൾ പോയി കാണാറുണ്ടല്ലോ. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നിങ്ങളങ്ങനെ ഓരോ കൂടുകൾ കണ്ട് ആ കൂടുകളുടെ പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഇന്ന മൃഗം. അപ്പൊ അങ്ങനെ കണ്ടു പോകുമ്പോൾ അപ്പുറത്ത് ഇതാ മിസ്സിംഗ് ലിങ്ക് എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. മിസ്സിംഗ് ലിങ്ക് എന്നും പറഞ്ഞ് എഴുതി വെച്ചതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ നിങ്ങൾ കാണുന്നത് ആഫ്രിക്കയിൽ നിന്ന് കുമാരി പിടിച്ചുകൊണ്ട് വന്ന കറുത്ത വർഗ്ഗക്കാരായ ആളുകളാണ്. പിഗ്മികളെ പോലെയുള്ള ഉയരം കുറഞ്ഞ അങ്ങനെയൊക്കെയുള്ള ആളുകൾ അതിനകത്ത് കിടക്കുന്നത്. ഈ അവിടുന്ന് മാത്രമല്ല, ആഫ്രിക്കയിൽ നിന്ന് മാത്രമല്ല, ഏഷ്യയിൽ നിന്ന് അവിടെ നിന്നുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോസൊക്കെ നെറ്റിൽ കിട്ടും. നിങ്ങൾ ഹ്യൂമൻ ഷോ എന്നും പറഞ്ഞിട്ടുണ്ട്. ഗൂഗിളിൽ കയറിയിട്ട് ഹ്യൂമൻ ഷോ എന്ന് അടിച്ച് അതിന്റെ ഗൂഗിൾ ഇമേജിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കുറെ ഇമേജ് കിട്ടും. 1954-55 ഒരു പെൺകുച്ചിനെ ഹ്യൂമൻ ഷോയിൽ ഇട്ടിട്ട് ആ കൊച്ചിന് ബനാനയൊക്കെ കൊടുക്കുന്ന ചിത്രമൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്ര 100 കൊല്ലം പോലും ആയിട്ടില്ല എന്ന് ഓർക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ഫാമിലി ആയിട്ട് മൃഗശാലയിൽ കാഴ്ച കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഓരോ കൂടുകരം കയറി ചെല്ലുമ്പോഴും അതിൻ്റെ അകത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നു, മിസ്സിംഗ് ലിങ്ക് എന്നും പറഞ്ഞുകൊണ്ട്. എവിടെ ചെന്ന് എത്തിയെന്നറിയോ? ഈ ഒരു സിദ്ധാന്തം, അതാ ഞാൻ പറഞ്ഞത്, ഇത് മനുഷ്യവർഗത്തിന് ഭയങ്കരമായ നാശം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിന്താഗതിയാണത്. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ സാത്താന്യ ആശയം എന്ന് വിളിക്കുന്നത്. ഇതിന് ശാസ്ത്രവുമായിട്ട് ഒരു ബന്ധവുമില്ല, ബന്ധമില്ലാത്ത സാധനമാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഉള്ള വെള്ളക്കാർക്ക് കാണാൻ വേണ്ടി ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും മനുഷ്യനെ പിടിക്കാൻ ഈ പരിണാമവാദികൾ കപ്പൽ കയറുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ക്രൈസ്തവ മിഷണറിമാർ ആഫ്രിക്കയിൽ ഏഷ്യയിൽ എത്തിയിരുന്ന് നിങ്ങൾ ആലോചിക്കണം. ഇവര് ഈ ഹ്യൂമൻ സൂയിൽ ഇടാൻ വേണ്ടിയിട്ട് അന്ന് നല്ല കാശാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്.
ഹ്യൂമൻ സോയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മൃഗങ്ങളെയൊക്കെ പല മൃഗങ്ങളെയും പിടിച്ചുകൊണ്ട് പോകും ഇവിടുന്ന്. ഈ കിങ്കോങ്ങിൻ്റെ സിനിമയൊക്കെ കണ്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ, ഇവിടെ വന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അതേപോലെ മനുഷ്യരെയും പിടിച്ചുകൊണ്ട് പോയിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് കൂട്ടിലിടാൻ വേണ്ടിയിട്ട്. അടിമയായിട്ട് പിടിച്ചുകൊണ്ട് വന്നത് വേറെ, അടിമത്തൊക്കെ നിരോധിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചെയ്ത കൂട്ടിലിടാൻ വേണ്ടിയാണ് പിന്നെ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരിങ്ങനെ ഈ ആളുകളെയൊക്കെ പിടിക്കാൻ വേണ്ടി ഇവിടെ വരണേക്കാളും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ക്രിസ്ത്യൻ മിഷണറിമാർ ആഫ്രിക്കയിൽ ഏഷ്യയിൽ എത്തിയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവിടെയുള്ളവരെ മനുഷ്യരായി കണ്ട് അവരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ് അവർ പോയത്. മനസ്സിലായോ? രണ്ടു കൂട്ടരും, യൂറോപ്പിലെ ക്രിസ്ത്യൻ മിഷണറിമാരും പരിണാമവാദക്കാരും തങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും പോയിട്ടുണ്ട്. ആദ്യത്തെ കൂട്ടർ അവരെ സഹജീവികളായ മനുഷ്യരായി കണ്ടാണ് പോയതെങ്കിൽ രണ്ടാമത്തെ ടീംസ് പരിണാമവാദക്കാര് അവരെ മൃഗങ്ങളായി കണ്ട് അവരെ കൊന്ന് അവരുടെ ചർമ്മവും തലയോട്ടിയും ഒക്കെ എടുക്കാൻ വേണ്ടി അവരെ പിടിച്ചുകൊണ്ടുവന്ന് ഹ്യൂമൻ ഷൂവിലിട്ട് പൊതുജനങ്ങളുടെ മുമ്പാകെ പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി പോയവരാണ്. അപ്പൊ ഇതില് ഒന്നാമത്തെ കൂട്ടരെ രണ്ടാമത്തെ കൂട്ടരുടെ പിൻഗാമികൾ പരിഹസിക്കുകയാണ്. നിങ്ങൾ മതം മാറ്റാൻ വേണ്ടി കാട്ടിപ്പോയ ആൾക്കാരല്ലേ എന്നും പറഞ്ഞുകൊണ്ട്. ഏത് ഈ പറയുന്നവന്റെയൊക്കെ പൂർവികരെ കൊല്ലാൻ വേണ്ടി കാട്ടിപ്പോയതാ. മനസ്സിലായ? ഏതായാലും ക്രിസ്ത്യൻ മിഷണറിമാർ കൊല്ലാനൊന്നല്ലല്ലോ പോയത്, നരഭോജികളായ മനുഷ്യരെ നരസ്നേഹികളാക്കി മാറ്റാൻ നിങ്ങളൊക്കെ ഇന്ന് പരിഹസിക്കുന്ന ഈ ക്രിസ്ത്യൻ വിശ്വാസം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അങ്ങ് ഏറി കയറ്റാം, അല്ലെങ്കിൽ പരിണാമവാദികൾ ചെയ്തു കൂട്ടി എല്ലാ കൊള്ളത്തരങ്ങളും കൊള്ളരായ്മകളും ക്രിസ്ത്യാനികളുടെ തലയിലങ്ങ് വെച്ചിട്ട് അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്നൊക്കെ വിചാരിച്ച് നടക്കുന്നതൊക്കെ ആ വിചാരമൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. പുറത്തേക്ക് എടുക്കാൻ നിൽക്കണ്ട. ചരിത്രബോധമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത് ഇന്റർനെറ്റിന്റെ കാലമാണ്. നിങ്ങൾക്ക് അങ്ങനെ വിവരങ്ങൾ അങ്ങനെ മറച്ചു വയ്ക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ആർക്കും വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം. അപ്പൊ ആ ഉടായ്പൊക്കെ കൈ വെച്ചാൽ മതി. ഈ ചിന്താഗതി ഇപ്പോഴും ശക്തമായതുകൊണ്ടാണ് സ്പോർട്സിൽ, യൂറോപ്പിൽ നമുക്കറിയാം സ്പോർട്സിലൊക്കെ വംശീയതയുണ്ട്. ഫുട്ബോളിലൊക്കെ പലപ്പോഴും കാണാം കറുത്ത വർഗ്ഗക്കാരായ കളിക്കാർക്ക് പഴത്തൊലിയൊക്കെ എറിഞ്ഞു കൊടുക്കുന്നത്. പഴത്തൊലി എറിഞ്ഞു കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, അവൻ ഇതാണ് മനുഷ്യനായിട്ടില്ല, കുരങ്ങാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാ. അവന്റെ ആ കഴിവിനോടുള്ള അസൂയാണ് വരുന്നത്. കാരണം പൂർണ്ണ മനുഷ്യനായ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇനിയും പരിണമിച്ചിട്ടില്ലാത്ത അവൻ എന്തൊക്കെയോ കയറി കാണിക്കുന്നത്. ഗാലറിയിൽ ഇരിക്കുന്ന ഇവന് സഹിക്കുന്നില്ല. അവൻ പഴം തിന്നു കഴിഞ്ഞിട്ട് തൊലി അങ്ങ് എറിഞ്ഞു കൊടുക്കും ഇവന്റെ നേരെ. എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട് അത് പഴെറിഞ്ഞു കൊടുക്കുന്നത്. ഈ ചിന്താഗതിയാണ് ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നത്. ആ സയന്റിഫിക് റേസിസം അതിന് അടിത്തറയിട്ടത് ഈ പറഞ്ഞ ഡാർവിന്റെ സാത്താന്യ സിദ്ധാന്തമാണ്. അത് ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഈ സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം ഉണ്ടല്ലോ, അത് പ്രഭാവം ചെലുത്തുന്നത് വ്യക്തികളിലല്ല. ഇത് ഞാൻ ഇതിന് വംശീയതയുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും എന്നാൽ അറിയേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാണ്. ഇത് വ്യക്തികളിലല്ല, ഗ്രൂപ്പുകളിലാണ്. അതായത് ജീവിവർഗങ്ങളുടെ ഉത്ഭവം അല്ലെങ്കിൽ ജീവിവർഗങ്ങളുടെ പരിണാമം എന്നൊക്കെ പറഞ്ഞു. വർഗങ്ങൾ, അതായത് ഒരു കളക്റ്റീവ് ഗ്രൂപ്പായിട്ടാണ് അത് എപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെയാണ് അവരത് പറയുന്നത്. പരിണാമം ഒരു വ്യക്തി പരിണമിച്ചു എന്നല്ല, ഒരു സമൂഹം ഒന്നടങ്കമാണ് പരിണമിച്ച് അടുത്തതായിട്ടെന്ന് അവർ പറയുന്നത്. അപ്പൊ വ്യക്തികൾക്ക് അവിടെ വിലയില്ല. വ്യക്തികളുടെ അവകാശങ്ങൾ എന്ന സംഗതിക്ക് അവിടെ യാതൊരു വിലയുമില്ല. ഇത് മറ്റു ഇത് നോക്കിയാലും കാണാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഗോത്ര സംസ്കാരം നിലനിന്നിരുന്ന സമയത്ത് ഗോത്രങ്ങൾക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്, വ്യക്തികൾക്കല്ല. ഗോത്രത്തിനകത്ത് വ്യക്തികൾക്ക് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഒരു ഗോത്രത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയെ കൊല്ലുക അല്ലെങ്കിൽ അവനെ ത്യജിക്കുക എന്ന് പറയുന്നത് സർവ്വസാധാരണമായ ഒരു കാര്യമായിരുന്നു. അത് ഗോത്രമാണ് പ്രധാനം, വ്യക്തികളല്ല എന്നുള്ള ചിന്തയാണ്. ആ ചിന്താഗതി മാറിയത് ഇന്ന് വ്യക്തികളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ഇവർ പറയുന്നുണ്ടല്ല. ഇന്നും കൂടി ഞാൻ രാവിലെ കേട്ടു ഒരുത്തം പറയുന്നത്. അവൻ പറയണത്, ഞാൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്, എനിക്കത് ആ വിശ്വാസം ഉപേക്ഷിച്ച് മഹാവിഷ്ണുവിനെ ആരാധിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതെന്റെ വ്യക്തിപരമായ അവകാശമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ അതിനോട് യോജിക്കുന്നു. അത് വ്യക്തിപരമായ അവകാശം തന്നെയാണ്. പക്ഷെ ആ വ്യക്തിപരമായ അവകാശം ഇവന് നേടിക്കൊടുത്തത് പരിണാമവാദികളല്ല, നിരീശ്വരമതമല്ല, അത് ക്രിസ്ത്യാനിറ്റിയാണ്. മനസ്സിലായോ? ക്രിസ്ത്യാനിറ്റി ലോകത്തിൽ പ്രചരിച്ചതോടുകൂടിയാണ് അതുവരെ ഉണ്ടായിരുന്ന ഈ ഗോത്രം എന്നുള്ളത് മാറിയിട്ട് ഒരു വ്യക്തിയുടെ അവകാശം അത് പ്രധാനപ്പെട്ടതാണ്. ഗോത്രത്തിന്റെ അവകാശം അല്ലെങ്കിൽ മറ്റെന്തിനെ അവകാശത്തിനേക്കാളും മേലെ ആ വ്യക്തിയുടെ അവകാശത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ള ചിന്ത വന്നത്. അതിന്റെ കാരണം മത്തായി 16:26 കർത്താവ് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അവിടെ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അപ്പോൾ ഒരു മനുഷ്യന്റെ വിലയായിട്ട് കർത്താവ് അവിടെ പറയുന്നത് സർവ്വലോകത്തെക്കാളും വലുതാണെന്നാണ്. മനസ്സിലായോ? ആ കൺസെപ്റ്റാണ് ഒരു വ്യക്തിക്ക് വിലയുണ്ട് എന്നുള്ളൊരു ചിന്ത വരുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഗോത്ര സംസ്കാരം മാറിയിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഒരു സാമൂഹ്യ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുകയും ആ സമൂഹത്തിനകത്ത് കറുത്തവനോ വെളുത്തവനോ ആകട്ടെ, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ സിഖോ പാർസിയോ ആരും ആകട്ടെ, ആ ഒരു വ്യക്തിക്ക് വിലയുണ്ട് എന്നുള്ളൊരു ചിന്ത വരുന്നത് ഈ ക്രിസ്ത്യാനിറ്റിയുടെ സംഭാവനയാണത്. ആ ഇത് നേടിയിട്ടാണ് ഇവന്മാര് നമ്മളോട് ഡയലോഗ് അടിക്കാൻ വരുന്നത്. എനിക്ക് ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല, അത് എൻ്റെ വ്യക്തിപരമായ അവകാശമല്ലേ എന്ന്. ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഈ ഡയലോഗും കൊണ്ടുവരുന്നത്. മനസ്സിലായി? ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ കുറിച്ചൊക്കെ പണ്ടേ സഭാപിതാക്കന്മാരൊക്കെ പണ്ടേ എഴുതിയിട്ടുള്ളതാണ്.
ഒരു വ്യക്തിക്ക് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. തെർത്തുല്യൻ, സഭാപിതാവായ തെർത്തുല്യൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം കർത്തോറകക്കാരനാണ്, ഈജിപ്തിൽ നിന്നുള്ള ആളാണ്. ഈ തെർത്തുല്യൻ സ്കാപ്പുല എന്ന് പറയുന്ന നാടുവാഴിക്ക് എഴുതുന്ന ഒരു കത്തുണ്ട്. സ്കാപ്പുലയ്ക്ക് എഴുതുന്ന കത്തിനകത്ത് തെർത്തുല്യൻ പറയുന്ന കാര്യമാണിത്. സ്ഥാന മനുഷ്യാവകാശം എന്ന് നമ്മൾ പറയുന്ന ആ സംഗതി വരുന്ന ആദ്യമായിട്ട് ആ വാക്ക് കോയിൻ ചെയ്യുന്നത് തെർത്തുല്യനാണ്. തെർത്തുല്യൻ പറഞ്ഞു, ഒരു വ്യക്തിക്ക് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അവൻ്റെ മനസ്സിന് ബോധിക്കുന്നതനുസരിച്ച് എന്ത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം മനുഷ്യരാരും തന്നതല്ല, അത് ദൈവം തന്നതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞ ഏദൻ തോട്ടത്തിലെ സംഭവമാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാം പഴം ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവൻ ചെയ്യാൻ പോയപ്പോൾ, അല്ലെങ്കിൽ അവനോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അവൻ ചെയ്യാൻ പോയപ്പോൾ ദൈവം ഇടപെട്ടില്ല. ദൈവം അവന് കൊടുത്ത ആ സ്വാതന്ത്ര്യത്തിൽ, ഫ്രീ വില്ലുണ്ടല്ലോ, അതിന് ദൈവം വില കൽപ്പിച്ചു. അതിൻ്റെ ആ ഫ്രീ വില്ലിൽ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ പാപം ചെയ്തു, ദൈവം ഇടപെട്ട് തടയാൻ പോയേയില്ല. അപ്പൊ ഇത് വെച്ചിട്ടുണ്ട് തെർത്തുല്യം പിന്നെ പറയുന്നത്, ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഓരോ മനുഷ്യനും തന്നിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം, ഇതിൽ കൈ കടത്താൻ മനുഷ്യർക്ക് എന്ത് അവകാശം? ഇത് ഗവൺമെന്റ് തന്ന സ്വാതന്ത്ര്യമാണെങ്കിൽ ഗവൺമെന്റിന് അത് എടുത്തു കളയാം. പക്ഷെ ഇത് ഗവൺമെന്റ് തന്നതല്ല, ലോകത്തെ ഒരു മനുഷ്യനും തന്നതല്ല, ഒരു ചക്രവർത്തിയും തന്നതല്ല, ഇത് ദൈവം തന്നതാണ്. ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് ഓരോ മനുഷ്യനും ഇഷ്ടമുള്ളത് അവൻ വിശ്വസിക്കുന്നത്. അവനെന്തു ആ ദൈവത്തെ തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സ്വാതന്ത്ര്യത്തിൽ അവൻ അതെന്തും ചെയ്യാം, നിങ്ങൾ ആരും അതിൽ ഇടപെടാൻ പാടില്ല എന്നും പറഞ്ഞ് നാടുവാഴിയായ സ്കാപ്പുലയ്ക്ക് അദ്ദേഹം കത്തെഴുതുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ ഇവിടെ കിടക്കുകയാണ്. മനസ്സിലായോ? ഇന്ന് കാണുന്ന വിധത്തിലേക്ക് സമൂഹം മാറി മാറി വന്നപ്പോൾ, പരിഷ്കരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതിന് ക്രൈസ്തവ മൂല്യങ്ങൾ അത് എത്രമാത്രം അതിനെ സ്വാധീനിച്ചു, ക്രൈസ്തവ തിയോളജി അതിനെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു, വ്യക്തികൾക്ക് ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിന് മൊത്തമായിട്ടുണ്ടായിരുന്നതെന്ന് മാറി വ്യക്തികൾക്ക് എങ്ങനെ വില വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ഈ വ്യക്തികൾക്ക് വില വന്നതിൽ വേറൊരു കാര്യം കൂടി എന്നോട് ചേർത്ത് പറയാനുണ്ട്. ഈ പറയുന്ന ഗോത്രമായിട്ടിരിക്കുമ്പോൾ തന്നെ ഗോത്രത്തില് അവിടെ ആരാധിക്കപ്പെട്ടു വന്നിരുന്നു പറഞ്ഞത് ശക്തന്മാര് മാത്രമാണ്. നമ്മൾ പഴയ കാലത്തെ ഏത് ഇതെടുത്ത് ചരിത്രമോ അല്ലെങ്കിൽ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ ഒക്കെ എടുത്ത് നോക്കിക്കോ. ഇപ്പൊ ഗ്രീക്ക് ഇതിഹാസങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹെർക്കുലീസ് എന്ന് പറയുന്ന മഹാവീരനെ കാണാം, പിന്നെ അക്കിലാസ് എന്ന് പറയുന്ന വീരൻ, അങ്ങനെ കുറെ വീരന്മാരാണ്, ശക്തന്മാരായിരിക്കുന്നവര്. നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ ആയാലും, രാമായണത്തിൽ ഇപ്പൊ രാമനുണ്ട്, ലക്ഷ്മണനുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്ത് രാവണനുണ്ട്, മേഘനാഥനുണ്ട്, കുംഭകർണനുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വീരന്മാരാണ്. മഹാഭാരതത്തിൽ വന്നു കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ അർജുനനുണ്ട്, കർണനുണ്ട്, ഭീമനുണ്ട്. അതായത് വീരന്മാര് മാത്രം, ധീരന്മാരായിരിക്കുന്ന ആളുകള് അവരാണ് ആരാധിക്കപ്പെട്ടു വന്നിരുന്നത്. അവർക്കേ വിലയുണ്ടായിരുന്നുള്ളൂ. ദുർബലർക്കും പാവങ്ങൾക്കും ഒരു വിലയും സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. ഗോത്രത്തിനാണ് മൊത്തം വില, വ്യക്തികൾക്ക് വിലയില്ല. അതിൽ തന്നെ ഇവർക്ക് ഒരു വിലയില്ല. ദുർബലരും പാവങ്ങളുമായ ആൾക്കാർക്ക് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് മാറി ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ പാവങ്ങളെ കരുതുന്നതിനെ കുറിച്ച് പറയുന്നു, പാവപ്പെട്ടവരുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നു, ദുർബലരായവരെ കരുതേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ. എങ്ങനെ വന്നു ഈ മാറ്റം? ഇതിനെക്കുറിച്ചൊക്കെ ഈ നിരീശ്വരവാദികളായ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ പ്രചരണത്താൽ വന്നതാണത്. ക്രിസ്ത്യാനിറ്റി പ്രചരിക്കാൻ തുടങ്ങിയതോടുകൂടി സമൂഹങ്ങളിൽ വന്ന മാറ്റം. കാരണം എന്താണ്? ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു അവൻ പാവപ്പെട്ടവനായി ജനിച്ചു. അവൻ ജനിച്ചു വീണ സമയത്ത് അവനെ കിടത്താൻ ഒരു തൊട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല. പശുത്തൊട്ടി കിടത്തിയത് നമ്മൾ വായിക്കുന്നത്. പാവപ്പെട്ടവനായി തന്നെ അവൻ ജീവിച്ചു. പിന്നെ അവൻ മരിച്ച സമയത്തോ റോമിന്റെ കണ്ണിൽ അന്നത്തെ ദുർബലന്മാർ മരിക്കുന്നത് പോലെ ക്രൂശിൽ മരിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള നീചമായ മരണം ദുർബലന്മാർക്ക് മാത്രമുള്ളത്. വീരന്മാരൊക്കെ ആണെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടും. ഇതങ്ങനെയൊന്നുമല്ല. അപ്പൊ ദുർബലന്മാരെ പോലെയുള്ള അങ്ങനെയുള്ള ഒരു മരണം, ആ മരണമൊക്കെ പാവപ്പെട്ടവനായി ജനിക്കുകയും പാവപ്പെട്ടവനായി ജീവിക്കുകയും ദുർബലനായി മരിക്കുകയും ചെയ്ത ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൽ അവിടെ പാവപ്പെട്ടവർക്കും ദുർബലർക്കും അവകാശങ്ങൾ ഉണ്ടാവണം, അവർക്ക് മൂല്യങ്ങൾ ഉണ്ടാവുകയാണ്, അവർക്ക് വിലയുണ്ടാവുകയാണ്, അവരെ കരുതേണ്ടത് ആവശ്യമാണ്. കാരണം ബാക്കിയുള്ളിടത്തൊക്കെ ഹീറോ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തന്മാരായിരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ മാത്രം അങ്ങനെയല്ല. അവർ വർഷിപ്പ് ചെയ്യുന്ന ആൾ അവർക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ചിന്താഗതിയൊക്കെയാണ് ആ മാറ്റം വന്നത്. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൽ നിങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്ന ഓരോ കൂട്ടരുടെ അവകാശങ്ങൾ നോക്കിയാൽ ആ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതിയതിന്റെ പുറകിലൊക്കെ ക്രിസ്ത്യൻ തിയോളജി കാണാം, ക്രിസ്ത്യാനികളെ കാണാം. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഈ വംശീയ ചിന്താഗതിയുമായി നടക്കുന്ന ഈ വൃത്തികെട്ട ഈ സാത്താന്യ ആശയം ഉണ്ടല്ലോ, പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്, അതൊക്കെ എടുത്ത് നിങ്ങൾ തോട്ടി കളയാൻ നോക്ക് സുഹൃത്തുക്കളെ. അതും പറഞ്ഞുകൊണ്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ നടക്കല്ലേ. അതായത് കുറച്ച് ഒരു 100 കൊല്ലത്തിനുള്ളിലൊക്കെ ആ ടീംസിന്റെ യൂറോപ്പിലും അമേരിക്കയിലും ഉള്ള പ്രചാരകരൊക്കെ നിങ്ങളെയൊക്കെ കണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? പരിണമിച്ചിട്ടില്ലാത്ത ആൾക്കാരായിട്ടാണ്, മൃഗങ്ങളായിട്ടാണ് നിങ്ങളെയൊക്കെ കണ്ടിരുന്നത്. അങ്ങനെയുള്ള നിങ്ങളാണ് ഇന്ന് ആ സിദ്ധാന്തത്തിന് വേണ്ടി ഓശാന പാടി നടക്കുന്നത്. മനസ്സിലായ?
നമ്മളൊരു സിദ്ധാന്തം, ഒരു ഐഡിയോളജിയിൽ നമ്മൾ വിശ്വസിക്കുന്നത് ആ ഐഡിയോളജിയെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ്. പക്ഷേ ഇവരെ വളരെ മനുഷ്യനായിട്ട് പോലും കാണാത്തൊരു ഐഡിയോളജിയാണ് ഇവിടെയുള്ള ഈ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെയുള്ള അല്ലെങ്കിൽ വെള്ളക്കാരായ പരിണാമവാദികൾ ഈ പരിണാമ സിദ്ധാന്തവും പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് എനിക്ക് മനസ്സിലാവും. കാരണം അവൻ അതിനെ കൊണ്ട് നേട്ടമുണ്ട്. അവൻ വലിയ ഉന്നതനാണ്, ടോപ്പിൽ നിൽക്കുന്നവനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ കാൽ കീഴിലാക്കാൻ അവൻ ആ സിദ്ധാന്തം അവനെ സഹായിക്കും. പക്ഷെ ഇവന്മാരോ ഈ കേരളത്തിലും ഇന്ത്യയിലും ആഫ്രിക്കയിലും അല്ലെങ്കിൽ ഏഷ്യയിലും ഒക്കെയുള്ള ഈ പരിണാമ മതക്കാരുണ്ടല്ലോ, ഇവരിതെന്തിനാ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജൈ വിളിച്ച് നടക്കുന്നത്? ആ സാധനം ഇവനെയൊക്കെ മനുഷ്യനായി പോലും കാണാത്ത മൃഗമായിട്ട് കാണുന്ന ഒരു സാധനമാണത്. അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇവന്മാർക്കില്ല. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ ഈ പരിണാമ സിദ്ധാന്തം ശരിയാണോ എന്ന്. കാരണം ഇവനൊക്കെ ഇപ്പോഴും മൃഗങ്ങളുടെ ബുദ്ധി തന്നെയാണ് നിൽക്കുന്നത്, മേലോട്ട് കയറി വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഈ സിദ്ധാന്തത്തിന് വേണ്ടി ആരെങ്കിലും ജൈ വിളിച്ച് നടക്കും. കാരണം അവനെ മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാതെ മൃഗമായിട്ട് തരം താഴ്ത്തുന്ന ഒരു സിദ്ധാന്തം, അതാണ് വലുത്, അത് ശാസ്ത്രീയമാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കാൻ സുബോധമുള്ള ഏതെങ്കിലും മനുഷ്യനെ കിട്ടുമോ? കിട്ടുകയില്ല, ഒരിടത്തും കിട്ടുകയില്ല. ചിന്താശേഷിയുള്ളവനെ കിട്ടുകയില്ല. പിന്നെ ഇവർക്കൊന്നും ചിന്താശേഷി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂടി പോയിട്ടില്ല, അത് വേറെ കാര്യം. ഈ പരിണാമ മതക്കാരായാലും നിരീശ്വര മതക്കാരായാലും ഒക്കെ ഭയങ്കര അക്ഷരവിരോധികളാണ്. അക്ഷരവിരോധികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്ത് അക്ഷരവിരോധമാണ്. വായിക്കില്ല, വായനാശീലം ഇല്ല. ഇവർക്ക് കേട്ടാൽ മതി. നിയോ എത്തിസ്റ്റുകളുടെയൊക്കെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടാൽ മതി, ഇവർക്ക് പ്രസംഗം കേട്ടാൽ മതി. ഈ പ്രസംഗിക്കുന്ന അതോ പ്രസംഗം കേൾക്കുന്നത് ആരുടെ? ഇവരുടെ നേതാക്കന്മാരുടെ മാത്രം. നേതാക്കന്മാരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോട്ട് പറയുകയില്ല. ബാക്കി നമ്മുടെയൊക്കെ പ്രസംഗം കേൾക്കാൻ അവർക്ക് ഭയങ്കര പേടിയാണ്, മടിയാണ്. എനിക്കറിയാം. ഈ യഹോസാക്ഷികളുണ്ട്, യഹോസാക്ഷികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ക്രിസ്ത്യ വിഭാഗങ്ങളുടെ ഒന്നും പുസ്തകം വായിക്കാൻ അവർ ധൈര്യപ്പെടില്ല, അവർക്ക് പേടിയാണ്. വായിച്ചു കഴിഞ്ഞാൽ വിശ്വാസം വിട്ടു പോയെങ്കിലോ എന്ന് വെച്ചിട്ട്. അവരിപ്പോൾ വിശ്വസിക്കുന്ന വിശ്വാസം തെറ്റാണെന്ന് ഒരു ഇത് വന്നിട്ട് പേടികൊണ്ട് മറ്റുള്ളവർ പുസ്തകങ്ങളൊന്നും വായിക്കാൻ നേതാക്കന്മാരെ അനുവദിക്കുകയില്ല, സാധാരണ ഉള്ളവർ വായിക്കുകയില്ല. ഇതുപോലെ തന്നെ മുസ്ലിങ്ങളിലെ കുറെ പേരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നമ്മുടെയൊക്കെ പ്രസംഗങ്ങൾ, ഇസ്ലാമിനെതിരെയൊക്കെയുള്ള നമ്മുടെ പ്രസംഗങ്ങൾ അതൊന്നും കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കില്ല, പേടിയാണ്. കേട്ട് കഴിഞ്ഞാൽ വിശ്വാസം വിട്ടുപോയെങ്കിലോ. ഇതേപോലെ തന്നെ രവീന്ദ്രനെതിരെ ഞങ്ങൾ പ്രസംഗ പരമ്പരകൾ നടത്തിയപ്പോൾ, രവീന്ദ്രൻ ഇവിടെ സുവിശേഷ വിശേഷം എന്നും പറഞ്ഞൊരു പ്രസംഗ പരമ്പര നടത്തിയല്ലോ, അതിന് മറുപടിയായിട്ട് ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ പലർക്കും അയച്ചു കൊടുത്തിട്ട് കാണുന്നില്ല, നോക്കുന്നില്ല, ഒരുത്തരം തുറക്കുന്നില്ല, പേടി. കാരണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നിരീശ്വര മതത്തിലുള്ള വിശ്വാസം പോയാലോ. ഞങ്ങളുടെ ദൈവം രവീന്ദ്രൻ സാർ, ഞങ്ങളുടെ ദൈവം, ആ ദൈവത്തിലുള്ള വിശ്വാസം പോയെങ്കിലോ. ആ പേടിച്ചിട്ട് കേൾക്കാൻ നിൽക്കുന്നില്ല. പിന്നെ കേൾക്കുന്ന ആരെ? രവീന്ദ്രനെ, അല്ലെങ്കിൽ അതുപോലെ ഇവരുടെ നേതാക്കന്മാരെ. അവർ ഉരുട്ടി അവർ ഛർദ്ദിച്ചു കൊടുക്കുന്നതൊക്കെ ഇവർ അങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങിക്കോളും, ഉരുട്ടി അങ്ങ് വിഴുങ്ങിക്കോളും. അത്ര അധപ്പതിച്ചു പോയി ഇവര്, ഈ പരിണാമ മതക്കാര് അത്രമാത്രം അധപ്പതിച്ചു പോയി. അതാണ് ഇവരുടെയൊക്കെ സ്ഥിതി, അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, പരിണാമ മതക്കാരെ, നിരീശ്വര മതക്കാരെ, നിങ്ങൾ സുബോധമുള്ളവരായി മാറും. അല്പം നിങ്ങൾ വലിയ കാര്യം അന്വേഷണ ത്വര എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, ആ അന്വേഷണത്വര എന്നൊക്കെ പറഞ്ഞ സാധനം ഇത്തിരിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുക. നിങ്ങൾ ആരെങ്കിലൊക്കെ പറയുന്ന കേട്ട് അങ്ങനെ തന്നെ അന്ധമായി വിശ്വസിക്കാതെ അന്വേഷിക്കാൻ നോക്ക്. എന്താണ് സംഭവം, പറയുന്ന കാര്യത്തിൽ ഇവർ ഈ പറയുന്നത് അങ്ങനെ തന്നെ ശരിയാണോ? ഇപ്പം ഞാൻ ഇന്ന് എനിക്ക് പറയാൻ വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ മുതൽ കുറേ നേരം ഇരുന്ന് പരിശോധിച്ചപ്പോൾ കുറേ സാധനം കണ്ടു. പക്ഷെ ഒന്നോ രണ്ടോ സൈറ്റുകളിലേ കണ്ടിട്ടുള്ളൂ. അത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ അത് ഒഴിവാക്കി വിട്ടിരിക്കുകയാണ്, പിന്നെ എപ്പോഴെങ്കിലും പറയാമെന്ന് വെച്ചിട്ട്. അപ്പം ഞങ്ങൾ ആ മെൻറ്റാലിറ്റിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്ന കാര്യം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി 2-3 ഇടത്ത് ഞങ്ങൾ പോയി ചെക്ക് ചെയ്ത് വിശ്വസനീയമായ സൈറ്റുകളിൽ അത് അങ്ങനെ തന്നെ ഉണ്ടോ എന്നൊക്കെ നോക്കി ഉറപ്പിച്ചിട്ട് ഞങ്ങൾ പറയുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ ഈ quora.com നിന്നും പിന്നെ ആർക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന വിക്കിപീഡിയെന്നും പിന്നെ സ്പാർക്ക് നോട്ടിൽ നിന്ന് അവിടെ നിന്ന് എടുത്തിട്ടല്ല ഞങ്ങൾ വരും. അപ്പം നിങ്ങളൊക്കെ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കുക, അന്വേഷണത്തോടെ ഇത്തിരിയെങ്കിലും കാണിക്കുക. മനസ്സിലായോ? അങ്ങനെ അന്വേഷണത്തോടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ഈ പറയുന്ന എല്ലാം കള്ളത്തരമാണ്. പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് അത് ശാസ്ത്രീയമല്ല എന്നുള്ളത് പോകട്ടെ, ശാസ്ത്രീയമല്ല എന്നുള്ളത് മാറ്റിവെച്ചിട്ട് അത് വംശീയതയാണ്, നിങ്ങളെയൊക്കെ അടിമപ്പെടുത്തുന്നതാണ്, നിങ്ങളെ അതിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നതാണ്, നിങ്ങളെ മനുഷ്യരായി പോലും പരിഗണിക്കാത്തതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യുക. അത് അത്ര മനസ്സിലാക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണം. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തിയ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ തിരിയണം. അപ്പോൾ നിങ്ങൾക്ക് രക്ഷ കിട്ടും, നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. നിങ്ങളെ മനുഷ്യരായി കാണുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളെ അടിമയായിട്ടല്ല കാണുക. നിങ്ങൾ ആ ദൈവത്തെ സ്വീകരിച്ചാൽ, യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചാൽ, നിങ്ങൾ അടിമയായിട്ടല്ല അവൻ കാണുന്നത്, മക്കളായിട്ടാണ്. നിങ്ങളെ മക്കളായി കണ്ട് അവകാശം നൽകുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ നിങ്ങളെ മനുഷ്യരായി പോലും പരിഗണിക്കാത്തൊരു സിദ്ധാന്തത്തെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. മനസ്സിലായോ? അന്ന് ആ അമേലി ഡിട്രിച്ച് സംഘമൊക്കെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് പകരം കേരളത്തിലേക്കാണ് വന്നിരുന്നതെങ്കിൽ
ചിലപ്പോൾ ഇവിടെയുള്ള കുറേ എണ്ണത്തിന് കൊന്നിരുന്നെങ്കിൽ നിങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ പൂർവികരെയൊക്കെ അവർ തട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഉണ്ടാവില്ലല്ലോ. അവർ അങ്ങോട്ടേക്ക് പോയത് നിങ്ങളുടെയൊക്കെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇതല്ല, വൃത്തിയായിട്ടൊരു സിദ്ധാന്തത്തെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ ബലിയായി തന്ന, നിങ്ങളെ മക്കളാക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളോട് കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിക്കുന്ന സർവശക്തനായ സ്രഷ്ടാവായ ദൈവത്തെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരിക, യേശുക്രിസ്തുവിനെ കർത്താവായി രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവമക്കളായി മാറാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയാവതരണോട് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു അനിൽ ബ്രദറെ. കേൾക്കാമോ? എന്നെ കേൾക്കാമോ? ഹലോ, അനിൽ ബ്രദറെ, വളരെ നന്ദിയുണ്ട്. വിഷയം ഭംഗിയായിട്ട് അങ്ങ് അത് അവതരിപ്പിച്ചു. കേൾവിക്കാർക്ക് ദൈവം ഈ സത്യങ്ങളെ മനസ്സിലാക്കുവാനും ആരെങ്കിലും പരിണാമത്തിന്റെ അടിമത്വത്തിലോ ഏതെങ്കിലും ക്രൈസ്തവ വിശ്വാസികളോ മറ്റു മതസ്ഥരോ പരിണാമം എന്ന ഈ പൈശാചികതയിലേക്ക് പോയി മൃഗീയമായ ചിന്താഗതികൾ വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിന് കൊള്ളരാത്തവരായി മാറാതിരിക്കേണ്ടതിന് വംശീയതയുടെ വലിയ ഭാരം അവരുള്ളിൽ പേറിക്കൊണ്ട് ധാർമ്മിക മൂല്യച്യുതിയിലേക്ക് വീണു പോകാതിരിക്കേണ്ടതിന് ദൈവം ഇന്നത്തെ ഈ പേപ്പർ അവതരണം കേട്ടവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേട്ട ഈ പേപ്പറുകൾ സംബന്ധിച്ച് ഇവിടെ സ്പീക്കേഴ്സ് പാനലിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 2 സഹോദരന്മാർക്ക് അതിനുള്ള സാവകാശമുണ്ട്. ആർക്കും ഒന്നും ആഡ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ഓഡിയൻസിലേക്ക് പോകുന്നതാണ്. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.